Okay, ഇനി നമുക്ക് ഇവന്റ്സ് ആൻഡ് ട്രാൻസാക്ഷൻസ് എന്നുള്ള ടോപ്പിക്കിലേക്ക് പോകാം. നമ്മൾ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളാണ് പഠിച്ചത്. ഇനി നമ്മൾ എന്തിലേക്കാണ് പോകുന്നത്? ഇവന്റ്സ് ആൻഡ് ട്രാൻസാക്ഷൻസ് എന്നുള്ള ഹെഡ് അല്ലേ. എന്താണ് ഇവന്റ്സ് എന്ന് നോക്കാം. ഇവന്റ്സ് ഈസ് എ ട്രാൻസാക്ഷൻ ഓർ ചേഞ്ച് റെക്കഗ്നൈസ്ഡ് ഓൺ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് എൻ അക്കൗണ്ടിങ് എൻറ്റിറ്റി. ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ എന്തെന്നാണ്? ട്രാൻസാക്ഷനുമാണ്, അല്ലെങ്കിലോ എന്തെങ്കിലും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്ന ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതും എന്തെന്നാണ്? ഇവൻ്റ് തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം എല്ലാ ട്രാൻസാക്ഷനും ഇവൻ്റാണ്. എന്നാൽ എല്ലാ ഇവൻ്റ് എന്തായിക്കൊള്ളുന്നില്ല? ട്രാൻസാക്ഷൻസ് ആയിക്കൊള്ളുന്നില്ല. ഓക്കെ, ഇനി ഇവൻറ്റ്സ് തന്നെ നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഇവൻറ്റ്സ് ക്യാൻ ബി എയ്തർ എക്സ്റ്റേണൽ ഓർ ഇൻറ്റേർണൽ. എക്സ്റ്റേണൽ ഇവൻറ്റ്സും ഉണ്ട്, ഇൻറ്റേർണൽ ഇവൻറ്റ്സും ഉണ്ട്. എന്തായിരിക്കും എക്സ്റ്റേണൽ ഇവൻറ്റ്സ് ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ പർച്ചേസ് ഓഫ് ഗുഡ്സ്, ഈ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ പാർട്ടി എന്നതിനാണ് അല്ലേ. ഇപ്പോൾ ഒരു ഔട്ട്സൈഡ് പാർട്ടി ആയിട്ട് നമുക്ക് കണക്ഷൻ വരുന്നതിനാണ് എക്സ്റ്റേണൽ ഇവൻറ്റ്സ് എന്ന് പറയാം. ഇന്റേണൽ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന ഇവന്റ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്ന വാല്യൂഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്, അതൊരു ഇന്റേണൽ ഇവന്റ് ആണ് അല്ലേ. അപ്പോൾ ഇവന്റ് നമ്മൾ എന്ത് പറഞ്ഞു? രണ്ട് ടൈപ്പ് ഉണ്ട്, എക്സ്റ്റേണൽ ഇവന്റും ഉണ്ട്, ഇന്റേണൽ ഇവന്റും ഉണ്ട്. എക്സ്റ്റേണൽ ഇവന്റ് എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് പാർട്ടി ആയിട്ട് ബിസിനസ് നടത്തുന്ന ട്രാൻസാക്ഷൻസ് ആണ്. ഇന്റേണൽ ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ വിത്തിൻ ദ ഓർഗനൈസേഷനിൽ വരുന്ന ഇവന്റ് ആണ് അല്ലേ. ഇനി നമ്മൾ എന്ത് പറയണം? ട്രാൻസാക്ഷൻ വേഴ്സ് ഇവന്റ്സ് എന്നുള്ളൊരു ടോപ്പിക് ഉണ്ട് അല്ലേ. ട്രാൻസാക്ഷൻസ് പറഞ്ഞാൽ എന്താണ്? എക്സ്ചേഞ്ച് ഓഫ് അസറ്റ്സ്, എക്സ്ചേഞ്ച് ഓഫ് ആൻ അസറ്റ്സ് വിത്ത് കൺസിഡറേഷൻ ഓഫ് മണി വാല്യൂ, വൈൽ ഇവന്റ്സ് ഈസ് എനിത്തിങ് ഇൻ ജനറൽ പർപ്പസ് വിച്ച് ഒക്കർ അറ്റ് സ്പെസിഫിക് ടൈം ആൻഡ് പെർട്ടിക്കുലർ പ്ലേസ്. ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി വാല്യൂ അതിലുണ്ടാവും എന്നുള്ളതാണ്. ഇപ്പം എല്ലാ ട്രാൻസാക്ഷനിലും മണി വാല്യൂ ഉണ്ടാവും, എന്നാൽ എല്ലാ ഇവന്റിലും മണി വാല്യൂ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഇവന്റിൽ ട്രാൻസാക്ഷൻ ഇൻക്ലൂഡഡ് ആണ്, എന്നാൽ എല്ലാ ഇവന്റും നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എന്ത് ചെയ്യില്ല? റെക്കോർഡ് ചെയ്യില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവന്റ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ നടക്കുന്നതാണ്. അതിൻ്റെ മണി വാല്യൂ ഉള്ളത് ഉണ്ടാവാം, ഇല്ലാത്തത് ഉണ്ടാവാം. അപ്പോൾ നമ്മൾ എന്താ പറയാം? ഓൾ ട്രാൻസാക്ഷൻസ് ആർ ഇവന്റ്സ് ബട്ട് ഓൾ ഇവന്റ്സ് ആർ നോട്ട് ട്രാൻസാക്ഷൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഏതാ റെക്കോർഡ് ചെയ്യാം? ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ് അല്ലേ. ഏത് ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ് ആണ്? മോണിറ്ററി ടേംസിലുള്ള ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുക? ബുക്കിൽ റെക്കോർഡ് ചെയ്യുക. ഇതും നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. ജസ്റ്റ് ഒരു ടോപ്പിക് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്തെന്നുള്ളൂ? എടുത്തുന്നുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ പറഞ്ഞ പോലെ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിൽ വെരിഫയബിലിറ്റി അല്ലെങ്കിൽ ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അത് നമ്മൾ എന്താ പറഞ്ഞത്? എല്ലാ ട്രാൻസാക്ഷനും ഒരു എവിഡൻസ് വേണം, ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് വേണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബുക്സ് ഓഫ് അക്കൗണ്ട്സിലേക്ക് എന്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ? ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. വെറുതെ നമുക്കൊരു എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആ എക്സ്പെൻസിന് സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് വേണം. എവിഡൻസ് മീൻ ഒരു ഡോക്യുമെന്റ് വേണം അതിനെ സപ്പോർട്ട് ചെയ്യാൻ. ക്ലിയർ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? അതിന്റെ എവിഡൻസിനാണ് നമ്മൾ പറയാം വൗച്ചർ വേണം എന്നാ പറയാം. എന്താ പറയാം? വൗച്ചർ വേണം. അപ്പോൾ വൗച്ചർ എല്ലാ ട്രാൻസാക്ഷനും വേണം. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ മൊത്തം വൗച്ചറിനെ എടുത്തിട്ട് 4 രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം നമുക്ക് അതിനെ മെയിൻ 2 ഹെഡ് ആക്കാം. എന്നിട്ട് ആ 2 ഹെഡ് പിന്നെയും ഫർദർ 2 ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മൾ വൗച്ചറിന് എന്ത് ചെയ്യാൻ പോവാണ്? ക്യാഷ് റിലേറ്റഡ് വൗച്ചർ ഉണ്ട്. ക്യാഷ് റിലേറ്റഡ് വൗച്ചർ എന്ന് പറഞ്ഞാൽ ഈ വൗച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ട്രാൻസാക്ഷനിൽ ക്യാഷ് പേയ്മെന്റോ ക്യാഷ് റെസിപ്റ്റോ ഉണ്ടായിട്ടുണ്ടാവും. ക്യാഷ് വൗച്ചറിൽ എന്താ മീൻ ചെയ്യുന്നത്? ഒന്നുകിൽ നമുക്ക് ക്യാഷ് റെസിപ്റ്റ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിലോ നമ്മളെ ക്യാഷ് പേയ്മെന്റ് ഉള്ള വൗച്ചർ ആയിരിക്കും. അപ്പോൾ ഈ വൗച്ചർ, ക്യാഷ് വൗച്ചർ എന്ന് പറയുന്നത് 2 രീതിയിലുണ്ട്. റെസിപ്റ്റ് വൗച്ചറും ഉണ്ട്, പേയ്മെന്റ് വൗച്ചർ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വൗച്ചറിനെ നമ്മൾ 2 ആക്കി തിരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഒന്ന് ക്യാഷ് വൗച്ചറും രണ്ടാമത്തെ നോൺ ക്യാഷ് വൗച്ചറുമാണ്. ഒന്ന് ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള വൗച്ചറാണ്, രണ്ടാമത്തതോ ക്യാഷ് റിലേറ്റ് ചെയ്തതല്ല, അല്ലാത്ത വൗച്ചറാണ് അല്ലേ. ഇപ്പോൾ ക്യാഷ് വൗച്ചറിൽ നമ്മൾ 2 എണ്ണം പറഞ്ഞു. ഒന്ന് ഏതാണ്? റെസിപ്റ്റ് വൗച്ചറുണ്ട്, രണ്ടാമത്തെ ഏതാണ്? പേയ്മെന്റ് വൗച്ചറുണ്ട്. അപ്പോൾ ക്യാഷ് വൗച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് ക്യാഷ് ട്രാൻസാക്ഷൻ മാത്രമല്ല കേട്ടോ, ബാങ്ക് ട്രാൻസാക്ഷൻസും അതിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ്. ഓക്കെ, എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് റീഡ് ഓൺ ചെയ്യാം. വൗച്ചർ ഈസ് എ റിട്ടേൺ ഇൻസ്ട്രുമെന്റ് ദാറ്റ് സെർവ് ടു കൺഫേം ഓർ വിറ്റ്നസ് ഫോർ സം ഫാക്ട് സച്ച് ആസ് ട്രാൻസാക്ഷൻ അല്ലേ. നമ്മൾ ട്രാൻസാക്ഷൻസിനുള്ളൂ എവിഡൻസ് അല്ലെങ്കിൽ അതിനൊരു പ്രൂഫ് എന്നുള്ള നിലക്കാണ് നമ്മൾ വൗച്ചർ കീപ്പ് ചെയ്യുന്നത്. ക്ലിയർ? A voucher is a document that shows goods have bought or service have been rendered. നമ്മൾ ഗുഡ്സ് വാങ്ങുക അല്ലെങ്കിൽ വിൽക്കുക അല്ലെങ്കിൽ സർവീസ് റെൻഡർ ചെയ്ത് എന്നുള്ളതിൻ്റെ ഒരു എന്താണ്? എവിഡൻസ് ആണ് അല്ലേ. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാണ് അല്ലേ. 4 രീതിയിലാണെന്ന് ഞാൻ പറഞ്ഞു. റെസിപ്റ്റ് വൗച്ചർ ഉണ്ട്,
പേയ്മെന്റ് വൗച്ചർ. ഇത് രണ്ടും ക്യാഷ് വൗച്ചറാണ് ബേസിക്കലി അല്ലേ. റെസിപ്റ്റ് വൗച്ചറും പേയ്മെന്റ് വൗച്ചറും രണ്ടും ക്യാഷ് റിലേറ്റ് ചെയ്ത വൗച്ചറാണ്. ഒന്ന് ക്യാഷ് റെസിപ്റ്റുമായി ബന്ധപ്പെട്ടതും രണ്ടാമത്തത് ക്യാഷ് പേയ്മെന്റുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ക്യാഷ് റിസീവ് ചെയ്യുന്നത്. ഇപ്പോൾ ക്യാഷ് സെയിൽസ് അതിന് നമ്മൾ കീപ്പ് ചെയ്യുന്ന റെസിപ്റ്റ് വൗച്ചറാണ് അല്ലേ. അപ്പോൾ നമുക്ക് എമൗണ്ട് റിസീവ് ചെയ്തു, അതിന് നമ്മൾ കീപ്പ് ചെയ്യുന്നത് എന്താ, റെസിപ്റ്റ് വൗച്ചറാണ്. എന്നാൽ നമ്മൾ എമൗണ്ട് പേ ചെയ്തതിന് നമ്മളൊരു പർച്ചേസ് ഓഫ് ഗുഡ്സ് അല്ലെ, പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫോർ ക്യാഷ്, അത് നമ്മൾ എന്ത് ചെയ്യണം, പേയ്മെന്റ് വൗച്ചറിൽ റെക്കോർഡ്. അപ്പോൾ റെസിപ്റ്റ് വൗച്ചർ എന്താണെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം അല്ലേ. റെസിപ്റ്റ് വൗച്ചർ ഈസ് യൂസ് ടു റെക്കോർഡ് ക്യാഷ് ഓർ ബാങ്ക് റെസിപ്റ്റ്. റെസിപ്റ്റ് വൗച്ചർ എന്ത് റെക്കോർഡ് ചെയ്യാനുള്ളതാണ്, ക്യാഷ് റെസിപ്റ്റും ആവാം, നമുക്ക് കിട്ടുന്ന ബാങ്ക് റെസിപ്റ്റും ആവാം, രണ്ടും പറ്റും. ഓക്കെ, ക്യാഷ് റെസിപ്റ്റും ബാങ്ക് റെസിപ്റ്റും നമ്മൾ എന്ത് ചെയ്യും, റെസിപ്റ്റ് വൗച്ചറിലാണ് റെക്കോർഡ്സ് കീപ്പ് ചെയ്യാന്നുള്ളതാണ്. ക്ലിയർ. പിന്നെ എന്താ പറയുന്നത്, റെസിപ്റ്റ് വൗച്ചേഴ്സ് ഓഫ് 2 ടൈപ്സ്, ദാറ്റ് ഈസ് ക്യാഷ് റെസിപ്റ്റ് വൗച്ചർ, ബാങ്ക് റെസിപ്റ്റ് വൗച്ചർ. റെസിപ്റ്റ് വൗച്ചർ തന്നെ ക്യാഷ് റെസിപ്റ്റിന് ഒരു വൗച്ചർ ഉണ്ട്, ബാങ്ക് റെസിപ്റ്റ് വൗച്ചർ എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ഒരു വൗച്ചർ ഉണ്ട്. ക്ലിയർ. നമ്മൾ എന്താ പഠിച്ചത്, റെസിപ്റ്റ് വൗച്ചർ എന്ന് പറഞ്ഞാൽ ക്യാഷ് ആൻഡ് ബാങ്ക് റെസിപ്റ്റ്സിന്റെ റെക്കോർഡ്സ് അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് കീപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് പേയ്മെന്റ് വൗച്ചർ ആണ്. എന്താ പേയ്മെന്റ് വൗച്ചർ എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് യൂസ് ടു റെക്കോർഡ് എ പേയ്മെന്റ് ഓഫ് ക്യാഷ് ഓർ ചെക്ക്. നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുത്ത പേയ്മെന്റോ അല്ലെങ്കിൽ ചെക്കായി കൊടുത്ത പേയ്മെന്റോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വൗച്ചറാണ് പേയ്മെന്റ് വൗച്ചർ എന്ന് പറയും. ഇവിടെ 2 ടൈപ്പ് വൗച്ചർ ഉണ്ട്, ക്യാഷ് പേയ്മെന്റ് വൗച്ചറും ഉണ്ട്, ബാങ്ക് പേയ്മെന്റ് വൗച്ചറും ഉണ്ട്. അപ്പോൾ വൗച്ചർ നമ്മൾ എന്ത് പറഞ്ഞു, ക്യാഷ് വൗച്ചർ എന്നുള്ള ഒരു ഹെഡിലാണ് റെസിപ്റ്റ് വൗച്ചറും പേയ്മെന്റ് വൗച്ചറും വരുന്നത്. റെസിപ്റ്റ് വൗച്ചറിൽ എന്താ റെക്കോർഡ് ചെയ്യാം, ക്യാഷ് ആൻഡ് ബാങ്ക് റെസിപ്റ്റ്സും. പേയ്മെന്റ് വൗച്ചറിൽ എന്താ റെക്കോർഡ് ചെയ്യാം, ക്യാഷ് ആൻഡ് ചെക്ക് പേയ്മെന്റ്സും. ക്ലിയർ. ക്യാഷ് പേയ്മെന്റ് ആണ് ക്യാഷ് പേയ്മെന്റ് വൗച്ചർ, ബാങ്ക് ത്രൂ ആണെങ്കിൽ ബാങ്ക് പേയ്മെന്റ് വൗച്ചർ എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. ഇനി നോൺ ക്യാഷ് വൗച്ചറിൽ 2 രീതിയിലുണ്ട്, ട്രാൻസ്ഫർ വൗച്ചറും ഉണ്ട്, അതേപോലെ സപ്പോർട്ടിംഗ് വൗച്ചറും ഉണ്ട്. 2 വൗച്ചർ അല്ലേ. ഒന്ന് ഏതാണ്, ട്രാൻസ്ഫർ വൗച്ചറാണ്, രണ്ടാമത്തെ ഏതാണ്, സപ്പോർട്ടിംഗ് വൗച്ചറാണ്. എന്താ ട്രാൻസ്ഫർ വൗച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദീസ് വൗച്ചർ ആർ യൂസ്ഡ് ഫോർ നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ ആസ് ഡോക്യുമെന്ററി എവിഡൻസ്. ഈ ട്രാൻസ്ഫർ വൗച്ചർ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്, നോൺ ക്യാഷ് ട്രാൻസാക്ഷന്റെ ഡോക്യുമെന്ററി എവിഡൻസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാണ്, പർച്ചേസ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ബേസിസ് അല്ലെ, പർച്ചേസ് ഗുഡ്സ് ഫോർ ക്രെഡിറ്റ് അല്ലെ, അല്ലെങ്കിൽ പർച്ചേസ് ഗുഡ്സ് ഫ്രം അനിൽ ഓൺ ക്രെഡിറ്റ് അല്ലെ. നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ഗുഡ്സ് എന്ത് ബേസിസിലാണ്, ക്രെഡിറ്റ് ബേസിസിലാണ്. ഇവിടെ നമ്മൾ പേയ്മെന്റ് കൊടുക്കണില്ല, അതുകൊണ്ട് തന്നെ പേയ്മെന്റ് വൗച്ചർ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ശ്രദ്ധിക്കാം, പേയ്മെന്റ് കൊടുക്കുന്നില്ല, ക്രെഡിറ്റ് പർച്ചേസ് ആണ്. ക്രെഡിറ്റ് പർച്ചേസ് നടത്തുമ്പോൾ നമ്മൾ എന്തായാലും ഒരു ഡോക്യുമെന്റ് കൊടുക്കണ്ടേ, ക്രെഡിറ്റ് പർച്ചേസ് ചെയ്തെന്നുള്ള രീതിയിൽ ഒരു ഡോക്യുമെന്റ് വേണ്ടേ, നമുക്കൊരു പ്രൂഫ് വേണ്ടേ, അതിന് നമ്മൾ യൂസ് ചെയ്യാം ട്രാൻസ്ഫർ വൗച്ചറാണ്. അല്ലെങ്കിൽ ക്രെഡിറ്റ് സെയിൽസ് നടന്നു. ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ക്യാഷ് റിസീവ് ചെയ്യുന്നില്ല, പക്ഷെ ഗുഡ്സ് ഡെലിവർ ചെയ്ത് അവർ ക്യാഷ് തരാനുണ്ട്. അത് മെൻഷൻ ചെയ്യാൻ നമുക്ക് എന്ത് വേണം, ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് വേണം. ആ ഡോക്യുമെന്റ് നമ്മൾ ഇതിലാ കീപ്പ് ചെയ്യുക, ട്രാൻസ്ഫർ വൗച്ചറിലാണ്, അല്ലാണ്ട് റെസിപ്റ്റ് വൗച്ചറിലോ പേയ്മെന്റ് വൗച്ചറിലോ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ 2 എക്സാമ്പിളും ക്ലിയർ ആയി വിചാരിക്കുന്നു. ക്രെഡിറ്റ് പർച്ചേസോ ക്രെഡിറ്റ് സെയിൽസോ അതിന്റെ എക്സാമ്പിൾസ് ആണ്. അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ചിലേക്ക് നമ്മൾ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്താണ്, ഈ ട്രാൻസ്ഫർ വൗച്ചറിൽ തന്നെ ചെയ്താൽ അല്ലെ. കാലിക്കറ്റ് ബ്രാഞ്ച് ടു കണ്ണൂർ ബ്രാഞ്ചിലേക്ക് നമ്മൾ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്തു, അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റ് എന്താണ്, ട്രാൻസ്ഫർ വൗച്ചറാണ്. ഓക്കെ, ഇനി നമുക്ക് എന്താ ഉള്ളത്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ, സപ്പോർട്ടിംഗ് വൗച്ചർ. സപ്പോർട്ടിംഗ് വൗച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഒരു ബില്ലോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിംഗ് ഒരു പ്രൈമറി ഡോക്യുമെന്റ് നമ്മുടെ കയ്യിലുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്തു, നമ്മളെ കയ്യിൽ ആ പേ ചെയ്തതിൻ്റെ പ്രൂഫായിട്ട് KSEBിന്റെ ബില്ല് നമ്മളെ കയ്യിലുണ്ട്. എന്തുണ്ട്, KSEBിന്റെ ബില്ല്. എന്നാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു വൗച്ചർ കൂടി അല്ലെ, ഇന്ന എമൗണ്ട് ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്തു എന്നുള്ള രീതിയിൽ ഒരു സപ്പോർട്ടിംഗ് വൗച്ചർ കൂടി കീപ്പ് ചെയ്യാം. ഓൾറെഡി ഒരു വൗച്ചർ ഉണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എക്സ്ട്രാ വൗച്ചറാണ് സപ്പോർട്ടിംഗ് വൗച്ചറിൽ മീൻ ചെയ്യുന്നത്. എന്താ പറയുന്നത്, ദീസ് വൗച്ചർ ആർ ദ ഡോക്യുമെന്ററി എവിഡൻസ് ഓഫ് ട്രാൻസാക്ഷൻസ് ദാറ്റ് ഹാവ് ഹാപ്പൻഡ് അല്ലെ. ഓൾറെഡി നടന്ന ഒരു ട്രാൻസാക്ഷനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. ഇപ്പോൾ ഓൾറെഡി ഒരു പ്രൈമറി ബില്ല് ഉണ്ടാവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരുമ്പോൾ ഒരു പെട്രോൾ അടിച്ചതിൻ്റെ പേരിൽ ഒരു ബില്ല് അവർ തന്നു. അപ്പോൾ ആ പെട്രോൾ അടിച്ച ബില്ല് എൻ്റെ കയ്യിലുണ്ട് അല്ലേ, ബിൽ ഓഫ് പെട്രോൾ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് ആ എമൗണ്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ടിംഗ് വൗച്ചറും ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ സപ്പോർട്ടിംഗ് വൗച്ചർ എന്ന് പറയുന്നത് ഓൾറെഡി ബില്ല് ഉണ്ടെങ്കിലും അതിനെ ഒന്നും കൂടി എന്ത് ചെയ്യുക, ഒരു വൗച്ചർ കൂടി എഴുതിയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് കൂടി ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് സപ്പോർട്ടിംഗ് വൗച്ചർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് എന്താണ്, ഇവന്റ്സ് ആൻഡ് ട്രാൻസാക്ഷൻസ് എന്താന്ന് പറഞ്ഞു,
എന്താണ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞു, ട്രാൻസാക്ഷൻ ഇൻക്ലൂഡഡ് ആണ്. ട്രാൻസാക്ഷൻസ് അല്ലാത്ത ഇവൻറ്റ്സും ഉണ്ട് അല്ലേ, റെക്കോർഡ് ചെയ്യാത്ത ഇവൻറ്റ്സും ഉണ്ട് ബിസിനസ്സിലെ. ക്വാളിറ്റേറ്റീവ് ഇവൻറ്റ്സ് ഉണ്ട്, നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ക്വാണ്ടിറ്റേറ്റീവ് ഇവൻറ്റ്സ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. എന്നാൽ ട്രാൻസാക്ഷൻസ് ആണെങ്കിലോ എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ റെക്കോർഡ് ചെയ്യും. ഓൾ ട്രാൻസാക്ഷൻസ് ആർ ഇവൻറ്റ്സ് ബട്ട് ഓൾ ഇവൻറ്റ്സ് ആർ നോട്ട് ട്രാൻസാക്ഷൻസ്. ട്രാൻസാക്ഷൻസ് ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്യും, ഇവൻറ്റ്സ് റെക്കോർഡ് ചെയ്യും, റെക്കോർഡ് ചെയ്യാത്തതുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് പറഞ്ഞു, വൗച്ചറിലേക്ക് വന്നു. എല്ലാ ട്രാൻസാക്ഷൻസും നമുക്ക് ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്യാം, പക്ഷെ അതിന് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് വേണമെന്ന് പറഞ്ഞു. 4 രീതിയിൽ വൗച്ചർ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ, 4 ടൈപ്പ് വൗച്ചർ ഉണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. എങ്ങനെ 4 ടൈപ്പ്? ഒന്ന് ക്യാഷ് ബേസിസിൽ വരുന്ന 2 ടൈപ്പ് അല്ലേ, ക്യാഷ് വൗച്ചർ ആയിട്ടുള്ള 2 എണ്ണം. റെസിപ്റ്റ് വൗച്ചർ ഉണ്ട്, പേയ്മെന്റ് വൗച്ചർ ഉണ്ട്. രണ്ടാമത്തെ ഏതാണ്? നോൺ ക്യാഷ് ആണ് അല്ലേ. നോൺ ക്യാഷിലും നമുക്ക് 2 ടൈപ്പ് ഉണ്ട് അല്ലേ, ഒന്ന് ട്രാൻസ്ഫർ വൗച്ചർ ഉണ്ട്, രണ്ടാമത്തെ ഏതാണ്? സപ്പോർട്ടിംഗ് വൗച്ചർ ഉണ്ട് അല്ലേ. ഇത്രയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോണത് ദ കോൺസെപ്റ്റ് ഓഫ് അക്കൗണ്ട്, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. എന്താണ് അക്കൗണ്ട് എന്നുള്ളത്, എന്താണ് ഡെബിറ്റ് എന്നുള്ളത്, എന്താണ് ക്രെഡിറ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ? വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ പറയാൻ പോണ അക്കൗണ്ട്സ് എന്താണെന്നും ഡെബിറ്റ് ക്രെഡിറ്റ് എന്താണെന്നും ഓരോ അക്കൗണ്ടും ഡെബിറ്റ് ക്രെഡിറ്റ് അപ്ലൈ ചെയ്യാമെന്ന് അറിയാമെന്നുണ്ടെങ്കിലും ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഏത് ചാപ്റ്റർ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാമെന്നുള്ളതാണ്. പല ആൾക്കാർക്കും ബേസ് ഇല്ലാത്ത പ്രശ്നമാണ് അല്ലേ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ടഫ് എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് ഈ ആൻസർ അറിയില്ല എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഈസി എന്ന് പറയുന്ന ഒരാൾക്ക് ഇതിൻ്റെ ആൻസർ വളരെ ക്ലിയർ ആയിട്ട് അറിയാമെന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഈ പറയാൻ പോകുന്ന 3 കാര്യം അല്ലേ, അക്കൗണ്ട് എന്താണ്, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്താണ്, അക്കൗണ്ട്സിൽ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്, ഈ 3 കാര്യം അറിയുന്ന ഒരു കുട്ടിക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഓരോ പ്രോബ്ലംസും നമുക്ക് ചെയ്യാൻ പറ്റും. ജേർണൽ എഴുതാൻ പറ്റും, ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യാൻ ഈസിയാണ്, ട്രയൽ ബാലൻസ് ഈസിയാണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അതിലേറെ ഈസിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പം പറയാൻ പോകുന്ന ടോപ്പിക്കുകൾ വളരെ ശ്രദ്ധയോടുകൂടിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്ലാസ്സിനെ ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, കാരണം എന്താണ്, അക്കൗണ്ട്സിൻ്റെ ഏറ്റവും വലിയ ബേസ് ഇപ്പോൾ എടുക്കാൻ പോണതാണ്. ഈ പറഞ്ഞതൊക്കെ ഇൻട്രൊഡക്ഷനിലുള്ളതാണെങ്കിലും ഏറ്റവും പ്രോബ്ലത്തിലേക്ക് വേണ്ട സാധനം ഇപ്പം പറയാൻ പോകുന്ന ഈ 3 കാര്യമാണ്. ഏതൊക്കെ? അക്കൗണ്ട്സ് എന്ന് പറയുന്നത്, അക്കൗണ്ട് എന്താണെന്നുള്ളത്, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്താണെന്നുള്ളത്, ഓരോ അക്കൗണ്ടും എപ്പോൾ ഡെബിറ്റ് ചെയ്യുന്നു എപ്പോൾ ക്രെഡിറ്റ് ചെയ്യുന്നു അറിഞ്ഞു കഴിഞ്ഞാൽ ജേർണൽ ഈസിയാണ്, ലെഡ്ജർ പോസ്റ്റിംഗ് ഈസിയാണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കൽ ഈസിയാണ്. ഏത് ചാപ്റ്ററിലെയും ഏത് പ്രോബ്ലവും നമുക്ക് അതിൻ്റെ ഒരു രസം ഈ ഒരു ബേസ് കിട്ടുന്നതോടുകൂടി നമുക്ക് ഈസി ആവാമെന്നുള്ളതാണ്. ഓക്കെ, ഇത് പഠിക്കുന്നതോടുകൂടി നമ്മളെ അക്കൗണ്ട്സ് എന്തായി മാറും, ഈസിയായി മാറും. ഇപ്പോൾ ജേർണൽ അറിയാത്ത ഒരാൾക്ക് ഇത് പഠിക്കുന്നതോടുകൂടി ജേർണൽ ഈസി ആവും. ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റിൻ്റെ കറക്റ്റ് റൂൾ അറിയാത്ത ഒരാൾക്ക് ഇത് പഠിക്കുന്നതോടുകൂടി പിന്നെയുള്ള എല്ലാ ചാപ്റ്ററിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് അക്കൗണ്ട് എന്നുള്ളതാണ്. എന്താണ് അക്കൗണ്ട്? 2 അപ്രോച്ച് ഉണ്ട് ശരിക്കും. അക്കൗണ്ട് എന്താണെന്ന് പറയുന്നതിന് ശരിക്കും എന്തുണ്ട്, 2 അപ്രോച്ച് ഉണ്ട്. ഒന്ന് അമേരിക്കൻ അപ്രോച്ചിലും നമുക്ക് പറയാം, ഒന്ന് ബ്രിട്ടീഷ് അപ്രോച്ചിലും പറയാം. ഇവിടെ നമുക്ക് ജസ്റ്റ് അക്കൗണ്ട് എന്താണെന്നുള്ളതാണ്. അക്കൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിഫൈൻഡ് ആസ് സമ്മറൈസ്ഡ് റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻ റിലേറ്റഡ് ടു എ പേഴ്സൺ ഓർ എ തിങ്. ഏതെങ്കിലും ഒരു പേഴ്സൻ്റെതോ അല്ലെങ്കിൽ ഒരു തിങ് ആവാം അല്ലെ, എന്തും ആയിക്കോട്ടെ, ഒരു പേഴ്സണിൻ്റെ അക്കൗണ്ട് ആയിക്കോട്ടെ, ഇംപേഴ്സണൽ ആയിട്ടുള്ള അക്കൗണ്ട് ആയിക്കോട്ടെ, അതിൻ്റെ ഒരു സമ്മറൈസ്ഡ് ഇതാണ്, റെക്കോർഡാണ് അല്ലേ. സമ്മറൈസ്ഡ് റെക്കോർഡ് കീപ്പ് ചെയ്യുന്നതിനാണ് അക്കൗണ്ട് എന്ന് പറയാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ഈ ഓർഗനൈസേഷൻ റെന്റ് കൊടുക്കുന്നുണ്ട് എല്ലാ മാസവും. അപ്പോൾ റെന്റ് എന്നുള്ളൊരു അക്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ റെന്റുമായി റിലേറ്റ് ചെയ്യുന്നതൊക്കെ ചെക്ക് ചെയ്യാൻ നമുക്ക് റെന്റ് അക്കൗണ്ട് നോക്കിയാൽ മതി. സാലറി ഇങ്ങനെ എല്ലാ മാസവും കൊടുക്കുന്നുണ്ട്, കുറേ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ആൾക്ക് കൊടുത്ത സാലറിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അതാത് ആൾക്കാരെ സാലറി അക്കൗണ്ട് ചെക്ക് ചെയ്താൽ നമുക്ക് അതിൻ്റെ സമ്മറി കിട്ടും. ക്യാഷുമായി ബന്ധപ്പെട്ട് ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ട്. അപ്പോൾ ക്യാഷിൻ്റെ സമ്മറി കിട്ടാൻ ക്യാഷ് ബുക്ക് നോക്കിയാൽ നമുക്ക് പറ്റും. ക്ലിയർ? അപ്പോൾ ഓരോ ഹെഡിൻ്റെയും ഓരോ പേഴ്സൻ്റെയും ഓരോ പെർട്ടിക്കുലർ തിങ്ങിൻ്റെയും സമ്മറി കിട്ടാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് ശരിക്കും എന്തെന്ന് പറയുന്നത്, അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ബിസിനസ്സിൽ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ട്, നമുക്കറിയാം. ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ട്, ഒരുപാട് ആൾക്കാരുമായിട്ട് ബിസിനസ് ഡീൽ ചെയ്യുന്നുണ്ട്, ഒരുപാട് തിങ്ങുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട് അല്ലേ. ഇതൊക്കെ എങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഒരു ജനറൽ ക്ലാസിഫിക്കേഷൻ ഞാൻ അക്കൗണ്ടിന് തരാം. അക്കൗണ്ട് ശരിക്കും T ഫോർമാറ്റ് എന്ന് പറയും. T ഫോർമാറ്റ്, ഒരു ലൈൻ വരച്ച് അതിന് മിഡിൽ ഒരു ലൈൻ ഇട്ട T ഫോർമാറ്റ്. ഒരു ലെഫ്റ്റ് സൈഡും ഉണ്ടാവും, ഒരു റൈറ്റ് സൈഡും ഉണ്ടാവും. ഇതാണ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ്, T ഫോർമാറ്റ് എന്നാണ്. ലെഫ്റ്റ് സൈഡിലുള്ള അതേ ഐറ്റംസ് തന്നെയാണ് റൈറ്റ് സൈഡിലും വരാം. ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ് എമൗണ്ട്, റൈറ്റ് സൈഡിലും ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ് എമൗണ്ട്. അപ്പോൾ കറക്റ്റ് ഒരു T ഫോർമാറ്റിലാണ് അക്കൗണ്ട് ഉണ്ടാവുക എന്നുള്ള രീതിയിൽ അക്കൗണ്ടിനെ പറയാം T ഫോർമാറ്റ് എന്നുള്ളതാണ്. ഓക്കെ, T എന്നുള്ള ഉദ്ദേശിക്കുന്നത്
ടീൻ്റെ ലെഫ്റ്റ് സൈഡും ടീൻ്റെ റൈറ്റ് സൈഡും ഒരേപോലെയാണ്. ക്ലിയർ? ഒരു ലെഫ്റ്റ് സൈഡ് എന്താണ്, റൈറ്റ് സൈഡ് എന്താണ് നമ്മൾ പറയും. ഡെബിറ്റ് ക്രെഡിറ്റ് പറയുമ്പോൾ ഈ ടി അക്കൗണ്ടിൻ്റെ ലെഫ്റ്റ് എന്താണോ റൈറ്റ് എന്താണോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ലെഫ്റ്റ് ഡെബിറ്റും റൈറ്റ് ക്രെഡിറ്റ് ആണെന്നുള്ള രീതിയിൽ അവിടെ ഞാൻ എന്ത് ചെയ്തു, ക്ലിയർ ചെയ്ത് പറഞ്ഞു തരും. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഏതൊക്കെ ടൈപ്പ് അക്കൗണ്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഞാൻ 2 അപ്രോച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അമേരിക്കൻ അപ്രോച്ച് ഉണ്ട്, ബ്രിട്ടീഷ് അപ്രോച്ച് ഉണ്ട്. ഓക്കെ, അക്കൗണ്ട് ക്ലാസിഫൈ ചെയ്യുന്നതിൽ നമുക്ക് ആദ്യം ഒരു ജനറൽ ക്ലാസിഫിക്കേഷനിലേക്ക് വരാം. ആ ക്ലാസിഫിക്കേഷനിൽ പറയുന്നത് എന്നാണ് ബ്രിട്ടീഷ് അപ്രോച്ച് എന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ നമ്മൾ ബ്രിട്ടീഷ് അപ്രോച്ച് എന്താണെന്ന് പറയുമ്പോൾ ഈ ജനറൽ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞ ഹെഡ് എന്നാണ് ബ്രിട്ടീഷ് ക്ലാസിഫിക്കേഷനിൽ എടുക്കാമെന്ന് മനസ്സിലാക്കുക. അത് ട്രഡീഷണൽ അപ്രോച്ച് എന്നുള്ള രീതിയിലാണ്. മോഡേൺ അപ്രോച്ച് ഏതാണ്? അമേരിക്കൻ ക്ലാസിഫിക്കേഷൻ ആണ്, അമേരിക്കൻ അപ്രോച്ചാണ്. അത് നമ്മൾ രണ്ടാമത്തായിട്ട് ആ ക്ലാസിഫിക്കേഷൻ. രണ്ടിൻ്റെയും റൂൾസ് സെയിം ആണ്. നിങ്ങൾ ഏത് അപ്രോച്ചും ഫോളോ ചെയ്താലും ആൻസർ സെയിം ആണ്. രണ്ടും പറയുന്നത് ഒന്നാണ്, 2 രീതിയിൽ പറയുന്നത് മാത്രം, 2 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ എന്ന് മാത്രം. പക്ഷെ അതിൻ്റെ ഉള്ളിൽ വരുന്ന എല്ലാ ഐറ്റംസ്, അതിൻ്റെ റൂൾസും ഒക്കെ സെയിം ആണ്. നമുക്കത് പ്രോബ്ലം ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. 2 അപ്രോച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരേ എക്സാമ്പിൾ ചെയ്യാം. ഒരൊറ്റ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അമേരിക്കൻ അപ്രോച്ചും ബ്രിട്ടീഷ് അപ്രോച്ചും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, 2 ഒരേ ആൻസറാണ് വരാം, ഒരേ ടൈപ്പാണ് വരാം, 2 രീതിയിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഓക്കെ, നമുക്കൊരു ജനറൽ ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് എടുക്കാം. ഞാൻ ഇപ്പോൾ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, അക്കൗണ്ട്സ് 2 രീതിയിൽ നമുക്ക് പറയാം. ഒന്ന് പേഴ്സണൽ അക്കൗണ്ട് ആണ്. പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാർക്കുള്ള അക്കൗണ്ട് അല്ലേ. ഓണർ ഒരു പേഴ്സൺ ആണ്. നമ്മൾ പർച്ചേസ് ഗുഡ്സ് ഫ്രം രാം ഒരു പേഴ്സൺ ആണ് അല്ലേ. സോൾഡ് ഗുഡ്സ് ടു അനിൽ എന്ന് പറയുന്ന ആരാണ്, ഒരു പേഴ്സൺ ആണ്. ഓക്കെ, അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ടൈപ്പ് പേഴ്സണൽ അക്കൗണ്ട് ആണ്, രണ്ടാമത് ഇംപേഴ്സണൽ അക്കൗണ്ട് ആണ്, പേഴ്സൺ അല്ലാത്തതെന്നുള്ളത്. നമ്മൾ അക്കൗണ്ടിനെ 2 ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കിയാൽ കാണാം അല്ലേ. പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്, ഇംപേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്. പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്, ഇംപേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്. പേഴ്സണൽ അക്കൗണ്ട് ഫർദർ ക്ലാസിഫൈഡ് ഇൻടു 3. പേഴ്സണൽ അക്കൗണ്ട് 3 രീതിയിലുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ. ഫർദർ ക്ലാസിഫൈഡ് ഇൻടു 3 എന്താണ്? ഒന്ന് നാച്ചുറൽ പേഴ്സൺ ആണ്, ലൈക്ക് ഹ്യൂമൻ ബീങ് അല്ലേ. രാം, റഹീം, അനിൽ, സുനിൽ ഇവരൊക്കെ ആരാണ്? നാച്ചുറൽ പേഴ്സൺസ് ആണ്, റൈറ്റ്. രണ്ടാമത്തെ പേഴ്സൺ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ദേ ആർ നോട്ട് നാച്ചുറൽ പേഴ്സൺ, ബട്ട് ദേ ആർ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ, ലൈക്ക് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി അല്ലേ, സ്കൂൾസ്, മെഡിക്കൽ ഹോസ്പിറ്റൽസ് ഒക്കെ അല്ലേ, മെഡിക്കൽ ഫീൽഡൊക്കെ അല്ലേ. ഇങ്ങനത്തെ എല്ലാ സംഗതികളും എന്താണ്, ബാങ്ക്, ഇതൊക്കെ എന്താണ്, ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, ക്രിയേറ്റഡ് ബൈ ലോ. പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. ക്ലിയർ? നാച്ചുറൽ പേഴ്സൺ എന്ന് ഞാൻ പറഞ്ഞ എന്തു, രാം അക്കൗണ്ട്, അനിൽ അക്കൗണ്ട്, സുനിൽ അക്കൗണ്ട്, ഇതൊക്കെ എന്താണ്, പേഴ്സണൽ അക്കൗണ്ടിൽ തന്നെ നാച്ചുറൽ പേഴ്സൺസ് ആണ്. രണ്ടാമത് എന്താ, ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ABC കമ്പനി, ICICI ബാങ്ക്, SBI ബാങ്ക്, ക്ലിയർ, XYZ കമ്പനി, ഈ പറയുന്നതൊക്കെ പേഴ്സണൽ അക്കൗണ്ടിൽ തന്നെ വരാം. പക്ഷെ അത് ഏത് പേഴ്സൺ ആണ്, ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ഇനി റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ട് ശരിക്കും പേഴ്സണൽ അക്കൗണ്ട് അല്ല, പക്ഷെ പേഴ്സണിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന അക്കൗണ്ടാണ്. ലൈക്ക് സാലറി പേയബിൾ അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറയും. സാലറി കൊടുക്കാനുണ്ട്, കൊടുത്തിട്ടില്ല, സാലറി കൊടുക്കാനുണ്ട്, കൊടുത്തിട്ടില്ല. ഇതെങ്ങനെ റെപ്രസെൻറ്റേറ്റീവ് ആവാം? ആർക്കാണോ സാലറി കൊടുക്കാനുള്ളത് അയാളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന അക്കൗണ്ടാണ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്നുള്ളത്. റെന്റ് കൊടുക്കാണ്ട്, കൊടുത്തിട്ടില്ല, ലാൻഡ് ലോഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന അക്കൗണ്ടാണ് ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് എന്നുള്ള അക്കൗണ്ട്. ക്ലിയർ? അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് റെന്റ്, ഔട്ട്സ്റ്റാൻഡിങ് സാലറി, പ്രീപെയ്ഡ് ഇൻഷുറൻസ്, അക്രൂഡ് ഇൻകം, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഏതൊക്കെയാണ്? ഔട്ട്സ്റ്റാൻഡിങ് റെന്റ്, ഔട്ട്സ്റ്റാൻഡിങ് സാലറി, പ്രീപെയ്ഡ് എക്സ്പെൻസ്, അതേപോലെ അക്രൂഡ് ഇൻകം, ഇതൊക്കെ എന്താണ്? റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് ആണ്. ഒരു പേഴ്സണിനെ റെപ്രസെന്റ് ചെയ്യുന്ന അക്കൗണ്ടുകളാണ് ഈ പറഞ്ഞതൊക്കെ. ഓരോ വ്യക്തി നമുക്ക് തരാണ്ട്, അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞാൽ ഒരാൾ ഇൻകം തരാണ്ട്, പക്ഷെ അയാളെ റെപ്രസെന്റ് ചെയ്ത് നമ്മൾ എന്ത് പറഞ്ഞാണ്? അക്രൂഡ് ഇൻകം. അയാൾ തരാനുണ്ട് ആ ഇൻകം, പക്ഷെ അയാളെ റെപ്രസെന്റ് ചെയ്ത് നമ്മൾ പറഞ്ഞത് അക്രൂഡ് ഇൻകം എന്ന് മാത്രമാണ് അല്ലേ. ആളെ പേരില്ല, പക്ഷെ അതെന്താണ്? പേഴ്സണൽ അക്കൗണ്ടിന്റെ അണ്ടറിലാണ് വരാം. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? അക്കൗണ്ട്സിനെ നമ്മൾ 2 ആക്കി, പേഴ്സണൽ അക്കൗണ്ടും ഇംപേഴ്സണൽ അക്കൗണ്ടും. പേഴ്സണൽ അക്കൗണ്ടിന് ഒറ്റ റൂളേ ഉള്ളൂ, പക്ഷെ പേഴ്സണൽ അക്കൗണ്ടിൽ എന്തൊക്കെ വരും എന്ന് അറിയണ്ടേ? ഇറ്റ് ഇൻക്ലൂഡ്സ് നാച്ചുറൽ പേഴ്സൺ ലൈക്ക് രാം അക്കൗണ്ട്, അനിൽ അക്കൗണ്ട്, സുനിൽ അക്കൗണ്ട്, റഹീം അക്കൗണ്ട്, ഇതൊക്കെ എന്താണ്? നാച്ചുറൽ പേഴ്സൺസ് ആണ്. ആർട്ടിഫിഷ്യൽ പേഴ്സൺ വരും. ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്താ? പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. അതും പേഴ്സണൽ അക്കൗണ്ടിന്റെ അണ്ടറിലാണ് വരാന്നാ പറയുന്നത്. ഏതൊക്കെ? SBI ലെ, ICICI, ഏത് ബാങ്ക് ആണെങ്കിലും, ഏത് കമ്പനി ആണെങ്കിലും, ABC കമ്പനി, XYZ കമ്പനി, എനി അതർ കമ്പനി ഒക്കെ ഇവിടെ വരാം. ആർട്ടിഫിഷ്യൽ പേഴ്സൺ പേഴ്സണൽ അക്കൗണ്ടിന്റെ അണ്ടറിലാണ് വരാം. ക്ലിയർ? നെക്സ്റ്റ് ടോപ്പിക് എന്താണ്? റെപ്രസെൻറ്റേറ്റീവ് അല്ലെ. റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? പേഴ്സണൽ അക്കൗണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്ന അക്കൗണ്ട് ആണ്. ലൈക്ക് ഔട്ട്സ്റ്റാൻഡിങ് സാലറി, ഔട്ട്സ്റ്റാൻഡിങ് റെന്റ്. സാലറി എന്ന് പറഞ്ഞാൽ എന്താ? എംപ്ലോയിനെ റെപ്രസെന്റ് ചെയ്യണം, സാലറി കൊടുക്കാനുണ്ട് എന്നുള്ള അർത്ഥത്തിൽ. ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് ലാൻഡ് ലോണിനെ റെപ്രസെന്റ് ചെയ്യാണ്. ക്ലിയർ? അപ്പൊ ഈ പറഞ്ഞ 3 പേഴ്സണൽ അക്കൗണ്ടിലാണ് വരാമെന്ന് പറഞ്ഞെന്നുള്ളൂ.
എന്നാൽ പേഴ്സണൽ അക്കൗണ്ട് ഫർദർ ക്ലാസിഫൈഡ് ഇൻറ്റു 3 എന്നുള്ള രീതിയിൽ നിങ്ങൾ പഠിക്കണമെന്നില്ല. പേഴ്സണൽ അക്കൗണ്ടിൽ ഈ പറഞ്ഞ ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ പേഴ്സണൽ അക്കൗണ്ടിൻ്റെ ഒരു റൂളേ നമുക്ക് പറയാനുള്ളൂ. അതിൽ ഈ 3 ആളും ഇൻക്ലൂഡഡ് ആണ്, പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് ഇംപേഴ്സണൽ ആണ്. അത് നമ്മൾ ഫർദർ ക്ലാസിഫൈ ചെയ്യണം രണ്ടായിട്ട്. പേഴ്സണൽ അക്കൗണ്ടിനൊക്കെ ഒരു റൂളാണ്. ഇംപേഴ്സണൽ 2 ടൈപ്പ് അക്കൗണ്ട് ഉണ്ട്. ആ 2 ടൈപ്പിന് 2 റൂളാണ്. ക്ലിയർ? പേഴ്സണൽ ഞാൻ പറഞ്ഞു ഫർദർ 3 ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. പേഴ്സണൽ ഇൻക്ലൂഡ്സ് ഇത് 3 ആണ്. എന്നാൽ ഇംപേഴ്സണൽ ഫർദർ ക്ലാസിഫൈഡ് ഇൻറ്റു 2 ലൈക്ക് റിയൽ അക്കൗണ്ട് ആൻഡ് നോമിനൽ അക്കൗണ്ട്. എന്താണ് ഇംപേഴ്സണൽ അക്കൗണ്ട്? റിയൽ അക്കൗണ്ടും നോമിനൽ അക്കൗണ്ട് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ലാസിഫൈ ചെയ്യുന്നത്. റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച അസറ്റ്സ് ഇല്ലേ, നമ്മൾ അസറ്റ് പഠിച്ചല്ലോ, റിസോഴ്സ് ഓൺ ബൈ ബിസിനസ് അല്ലേ, റിസോഴ്സ് ഓൺ ബൈ ബിസിനസ്, ബിസിനസ് ഓൺ ചെയ്യുന്ന റിസോഴ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ്, അതിനാണ് അസറ്റ് എന്ന് പറയാം. ക്ലിയർ? അത് ഫിക്സഡ് അസറ്റും ഉണ്ട്, കറണ്ട് അസറ്റും ഉണ്ട്. ഇതൊക്കെ എന്തിലാണ് ഇൻക്ലൂഡ് ആയി കിടക്കുന്നത്? റിയൽ അക്കൗണ്ടിലാണ്. അപ്പോൾ റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? അസറ്റ്സ് ആണ്. ഫർണിച്ചർ ഏതാണ്? റിയൽ അക്കൗണ്ട് ആണ്. ലാൻഡ് അക്കൗണ്ട് ഏതാണ്? റിയൽ അക്കൗണ്ട് ആണ്. ബിൽഡിംഗ് ഏതാണ്? റിയൽ അക്കൗണ്ട് ആണ്. ക്ലിയർ? അപ്പോൾ ഫിക്സഡ് അസറ്റ് ആവട്ടെ, കറണ്ട് അസറ്റ് ആവട്ടെ, ഒക്കെ റിയൽ അക്കൗണ്ടിലാണ് വരാം. ക്യാഷ് അക്കൗണ്ട് ഏതാണ്? റിയൽ അക്കൗണ്ട് ആണ്. റൈറ്റ്? അപ്പൊ നമ്മൾ പറയുന്നത് റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അസറ്റ്സ് ആണ്. എക്സെപ്റ്റ് ശ്രദ്ധിക്കുക, ബാങ്ക് അസറ്റ് ആണ്, പക്ഷെ അത് പേഴ്സണൽ ആണ്, ആർട്ടിഫിഷ്യൽ പേഴ്സണൽ ആയതുകൊണ്ട്. ഡെപ്റ്റേഴ്സ് അസറ്റ് ആണ്, പക്ഷെ അത് ആളെ പേരായതുകൊണ്ട് അത് പേഴ്സണൽ അക്കൗണ്ട് ആണ്. ശ്രദ്ധിക്കുക, എല്ലാ അസറ്റ്സും റിയൽ അക്കൗണ്ട് ആണ് എക്സെപ്റ്റ് പേഴ്സണൽ അല്ലേ. പേഴ്സൺസ് വരുന്നുണ്ടെങ്കിൽ അത് അസറ്റ് ആണെങ്കിൽ പേഴ്സണൽ അക്കൗണ്ടിന്റെ റൂളിലേക്ക് പോകും. അപ്പൊ അത്രേ ശ്രദ്ധിക്കാനുള്ളൂ. എല്ലാ അസറ്റും റിയൽ അക്കൗണ്ട് ആണെന്ന് തന്നെയാണ് നമ്മൾ പഠിക്കുന്നതെങ്കിലും പേഴ്സണൽ ആണെങ്കിൽ അത് പേഴ്സണലിലേക്ക് പോകും. ആ അസറ്റ് പേഴ്സണൽ അക്കൗണ്ടിന്റെ അണ്ടറിലേക്ക് പോകും. ഓക്കെ ആണോ? ഇപ്പൊ റിയൽ അക്കൗണ്ട് നമ്മൾ എന്താ പഠിച്ചു വെക്കേണ്ടത്? എല്ലാ അസറ്റും റിയൽ അക്കൗണ്ട് ആണ്, വെദർ ഇറ്റ് ഈസ് ടാൻജിബിൾ ഓർ ഇൻടാൻജിബിൾ. ലൈക്ക് ഗുഡ് വിൽ റിയൽ അക്കൗണ്ട് ആണ്, കോപ്പിറൈറ്റ്, പാറ്റേൺ, ഇതൊക്കെ എന്താണ്? റിയൽ അക്കൗണ്ടിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഇപ്പൊ റിയൽ അക്കൗണ്ട് അണ്ടറിൽ എന്തൊക്കെ വരും? ഓൾ ഫിക്സഡ് അസറ്റ് ആൻഡ് കറണ്ട് അസറ്റ് ഇൻക്ലൂഡിംഗ് ടാൻജിബിൾ ആൻഡ് ഇൻടാൻജിബിൾ അസറ്റ്, എക്സെപ്റ്റ് ചെയ്ത് ബാങ്ക്, ഡെപ്റ്റേഴ്സ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകം. ഈ 4 പേഴ്സണലിന്റെ പരിധിയിൽ വരുന്നതുകൊണ്ട് അസറ്റ് ആണെങ്കിലും പേഴ്സണൽ അക്കൗണ്ടിലേക്ക് പോകും. ഓക്കെ, അതിന്റെ റൂൾസിലൊന്നും മാറ്റം വരാല്ല. നിങ്ങൾ അസറ്റ് ആയിട്ട് റിയൽ അക്കൗണ്ട് പോലെ ചിന്തിച്ച് ചെയ്താലും പേഴ്സണൽ അക്കൗണ്ട് ചിന്തിച്ച് ചെയ്താലും ആ പറഞ്ഞ 4 എണ്ണത്തിന് ഒരേ ആൻസർ വരാം. നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, എനിവേ നമുക്ക് അടുത്തതിലേക്ക് പോവാം. നോമിനൽ അക്കൗണ്ട് അല്ലേ. റിയൽ അക്കൗണ്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഏതാണ്? നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റ് ആയി നടക്കുന്ന ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസാക്ഷന് എല്ലാ വർഷവും നടക്കും. അങ്ങനെയാണ് അത് നോമിനൽ പരിധിയിലാണ് വരാം. ക്ലിയർ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ റെന്റ് ഈ വർഷവും കൊടുക്കണം, നെക്സ്റ്റ് ഇയറിലും കൊടുക്കണം. സോ റെന്റ് എന്താണ്? നോമിനൽ അക്കൗണ്ട് ആണ്. ക്ലിയർ? ഇപ്പൊ നോമിനൽ അക്കൗണ്ട് എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താണ്? എല്ലാ വർഷവും റിപ്പീറ്റ് ആയി റിക്കറിംഗ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ആണ്. ഒരു ഐറ്റം ആണെങ്കിൽ ഇറ്റ് കംസ് അണ്ടർ നോമിനൽ അക്കൗണ്ട്. അത് ഏതാണ്? എക്സ്പെൻസ് ആൻഡ് ഇൻകം. വെരി ഈസി അല്ലേ? എല്ലാ എക്സ്പെൻസും റുട്ടീൻ ആണ്, റിപ്പീറ്റഡ് ആയിട്ട് നടക്കും എല്ലാ വർഷവും. സോ ഇറ്റ് കംസ് അണ്ടർ നോമിനൽ അക്കൗണ്ട്. അടുത്തത് ഏതാണ്? സെയിൽസ്, ഇൻട്രസ്റ്റ്, കമ്മീഷൻ, ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് കിട്ടുന്ന ഇൻകം ആണ്. സോ ഇറ്റ് ഓൾസോ കംസ് അണ്ടർ നോമിനൽ അക്കൗണ്ട്. അതും നമുക്ക് എന്തിൻ്റെ അണ്ടറിൽ പഠിക്കാൻ പറ്റും? നോമിനൽ അക്കൗണ്ടിൽ പഠിക്കാൻ പറ്റും. അപ്പോൾ മനസ്സിലായി വിചാരിക്കുന്നു. നല്ലോണം പഠിക്കാം. പേഴ്സണൽ ആൻഡ് ഇംപേഴ്സണൽ ആണ്. പേഴ്സണൽ ഇൻക്ലൂഡ്സ് 3 എണ്ണം. ഇംപേഴ്സണൽ ഫർദർ ക്ലാസിഫൈഡ് ഇൻറ്റു 2, റിയൽ അക്കൗണ്ട് ആൻഡ് നോമിനൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ട് മീൻ ഓൾ അസറ്റ്സ് അല്ലേ, ഇൻക്ലൂഡിംഗ് ഫിക്സഡ് ആൻഡ് കറണ്ട് അസറ്റ്, ടാൻജിബിൾ ആൻഡ് ഇൻടാൻജിബിൾ. നോമിനൽ എന്ന് പറഞ്ഞാലോ ഓൾ എക്സ്പെൻസ് ആൻഡ് ഓൾ ഇൻകം. പർച്ചേസ് അക്കൗണ്ട് ഏതാണ്? നോമിനൽ ആണ്. സെയിൽസ് അക്കൗണ്ട് ഏതാണ്? നോമിനൽ ആണ്. റെന്റ്, സാലറി, വേജസ്, കാരേജ്, എവറിഥിങ് എന്താണ്? ഓൾ എക്സ്പെൻസ് അല്ലെ, എന്തും ആയിക്കോട്ടെ, എല്ലാ എക്സ്പെൻസും നോമിനലാണ്, എല്ലാ ഇൻകവും നോമിനലാണ്. അപ്പൊ നോമിനലിന്റെ മീനിങ് എന്താണ്? എക്സ്പെൻസ് എന്നാണോ? അല്ല, പകരം എന്താ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്? റുട്ടീൻ ആയിട്ട് വരുന്നത്, റിപ്പീറ്റഡ്ലി സംഭവിക്കും. ഈ വർഷം എക്സ്പെൻസും ഇൻകം ഉണ്ടാവും, നെക്സ്റ്റ് ഇയറിലും എക്സ്പെൻസും ഇൻകം ഉണ്ടാവും, നെക്സ്റ്റ് ഇയറിലും എക്സ്പെൻസും ഉണ്ടാവും. അപ്പൊ എല്ലാ വർഷവും ഇത് റിപ്പീറ്റ് ചെയ്യുന്ന ഐറ്റം, അത് നോമിനൽ ഐറ്റം ആണ്. ക്ലിയർ? അപ്പൊ ഈ നോമിനൽ ഐറ്റം മാത്രമാണ് നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ എടുക്കുക. നമ്മൾ പഠിച്ചൂലേ, 2 ക്ലാസ് നമ്മൾ റിപ്പീറ്റ് ചെയ്തു. എക്സ്പെൻസ് ഇൻകം മാച്ച് ചെയ്യുമ്പോൾ ആ പ്രോഫിറ്റോ ലോസോ കിട്ടുക. റൈറ്റ്? ഇപ്പൊ നോമിനൽ അക്കൗണ്ടിലാണ് എക്സ്പെൻസ് ഇൻകം ഉള്ളത്. അപ്പോൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ കൺസിഡർ ചെയ്യുക ഏത് മാത്രമാണ്? നോമിനൽ അക്കൗണ്ട് മാത്രമാണ്. എക്സ്പെൻസും ഇൻകം കൺസിഡർ ചെയ്തിട്ടാണ് പ്രോഫിറ്റ് കാണുന്നത് ഉള്ളത് കൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുക ഏത് ഐറ്റം മാത്രമാണ്? നോമിനൽ ഐറ്റം വെച്ചിട്ടാണ് ബിസിനസിന്റെ പ്രോഫിറ്റ് ഓർ ലോസ് അസർട്ടൈൻ ചെയ്യുന്നത്. ക്ലിയർ? ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ ഇറ്റ് റെക്കോർഡ്സ് ഓൺലി നോമിനൽ ഐറ്റംസ് നമ്മൾ പഠിക്കും. നോമിനൽ ഐറ്റംസ് റെക്കോർഡ് ചെയ്യുക. കാരണം എന്താ? ടു അസർട്ടൈൻ പ്രോഫിറ്റ് ആൻഡ് ലോസിന് നമുക്ക് എന്താ വേണ്ടത്? ഇൻകം ആൻഡ് എക്സ്പെൻസ് ആണ്. ഓക്കെ, അപ്പോൾ ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ ക്ലാസിഫൈ ചെയ്തു, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ബ്രിട്ടീഷ് അപ്രോച്ച് ഞാൻ പറഞ്ഞു. ബ്രിട്ടീഷ് അപ്രോച്ചിൽ പറയുന്നത് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനാണ്.
പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. അതന്നെയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഒരു നോർമൽ ക്ലാസിഫിക്കേഷനിൽ നമ്മളിപ്പോൾ പഠിച്ച സാധനം അതന്നെയല്ലേ, റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, നോമിനൽ. അപ്പോൾ ബ്രിട്ടീഷ് അപ്രോച്ചിലെ അക്കൗണ്ട്സ് ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നോർമൽ ജനറൽ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞ അത് തന്നെയാണ് എവിടെ പറയുന്നത്, ബ്രിട്ടീഷ് അപ്രോച്ചിൽ പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്തു, ബ്രിട്ടീഷ് അപ്രോച്ചിലെ അക്കൗണ്ട്സ് പ്രൊസീജിയർ അല്ലെങ്കിൽ അക്കൗണ്ട്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു എന്നുള്ളതാണ്. അമേരിക്കൻ അപ്രോച്ചാണ് ശരിക്കും മോഡേൺ അപ്രോച്ച് നമ്മൾ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? ഞാൻ പറഞ്ഞു രണ്ട് ഫോളോ ചെയ്താലും യു വിൽ ഗെറ്റ് സെയിം ആൻസർ. ക്ലിയർ? രണ്ട് ഫോളോ ചെയ്താലും സെയിം ജേർണൽ എൻട്രി, സെയിം വേ ഓഫ് പോസ്റ്റിംഗ് ഒക്കെ സെയിം ആണ്. രണ്ട് രീതിയിൽ യൂസ് ചെയ്യാന്നുള്ളൂ. നമ്മൾ രണ്ടും മനസ്സിലാക്കി വെക്കാം. ഓക്കെ, നമ്മൾ അമേരിക്കൻ അപ്രോച്ച് പഠിക്കുമ്പോഴും ഈ പറഞ്ഞ ഐറ്റംസ് തന്നെയാണ് അതിലുണ്ടാവുക, ചെറിയൊരു വ്യത്യാസമുള്ളൂ. ക്ലിയർ? റൂൾസ് പറയുമ്പോഴും ചെറിയൊരു വ്യത്യാസമുള്ളൂ, പക്ഷേ അതിൻ്റെ നെറ്റ് എഫക്റ്റ് അല്ലെങ്കിൽ നെറ്റ് ട്രീറ്റ്മെൻറ്റ്, ജേർണൽ എൻട്രി ഒക്കെ സെയിം ആയിട്ട് വരും. ക്ലിയർ? രണ്ട് അപ്രോച്ച് ആണെന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ കൺഫ്യൂസ് ആവണ്ട, സാർ നമ്മൾ ഏത് അപ്രോച്ചാണ്, നമ്മൾ രണ്ട് അപ്രോച്ച് ഒരുപോലെയാണ്, അപ്പോൾ അതിൽ വ്യത്യാസങ്ങളൊന്നും വരാനില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ലെവലിൽ തിങ്ക് ചെയ്ത് ചിന്തിച്ച് ഡൗട്ട് ആവാനൊന്നുമില്ല. നമ്മളിപ്പോൾ പറഞ്ഞൊരു ക്ലാസിഫിക്കേഷൻ ഇല്ല, അതന്നെയാണ് ഇപ്പോൾ പറയാൻ പോണതും. ചെറിയൊരു ഡിഫറൻസ് അക്കൗണ്ട് നെയിമിൽ ഉണ്ടാവും, അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെൻ്റ് ഒക്കെ സെയിം ആവരാന്നുള്ള ജസ്റ്റ് പഠിച്ചു വെക്കാം. ഓക്കെ, 5 രീതിയിലാണ് അമേരിക്കൻ അപ്രോച്ച് ക്ലാസിഫൈ ചെയ്യുന്നത്. എത്ര രീതിയിലാണ്? 5 രീതിയിലാണ് അമേരിക്കൻ അപ്രോച്ച് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലാസിഫൈ ചെയ്യുന്നത്. 5ഉം നമ്മൾ ഇൻട്രൊഡക്ഷൻ എന്നുള്ള ക്ലാസ്സിൽ പറഞ്ഞ 5 ടേംസ് ആണ്. സോ യു ആർ ഫെമിലിയർ വിത്ത് ഓൾ 5 ടേംസ് അല്ലേ? ഏതൊക്കെയാണ്? അസറ്റ്സ്, എക്സ്പെൻസ്, ഇൻകം, ലാബിലിറ്റി ആൻഡ് ക്യാപിറ്റൽ. ഈ 5 ടേംസും നമ്മൾ പഠിച്ചതാണ്. റൈറ്റ്? നമ്മൾ ഈ 5ഉം പഠിച്ചതാണ്. അപ്പോൾ എല്ലാ ട്രാൻസാക്ഷൻസും ഇതിലെന്താ പറയുന്നത്, ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷനെയും ഈ 5ൽ വരും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാണ്, ബോട്ട് ഫർണിച്ചർ. ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ അസറ്റ് അല്ല, അസറ്റ് എന്നുള്ള ഹെഡിൽ വരും. റെന്റ് പെയ്ഡ്, എക്സ്പെൻസ്, എക്സ്പെൻസ് എന്നുള്ള ഹെഡ് ഇവിടെ ഉണ്ട്. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, സെയിൽസ്, ഇൻകം ഇവിടെ ഉണ്ട്. റൈറ്റ്? ഓണർ ഇൻവെസ്റ്റഡ് ഇൻ ബിസിനസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ബൈ ഓണർ, ഇതെന്താണ്? ക്യാപിറ്റൽ ആണ്, ക്യാപിറ്റൽ ഇവിടെ ഉണ്ട്. റൈറ്റ്? ബാങ്ക് ലോൺ ടേക്കൺ, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, ലാബിലിറ്റി ഇവിടെ ഉണ്ട്. റൈറ്റ്? ഏത് ട്രാൻസാക്ഷൻ നിങ്ങൾ ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്യാൻ ചാൻസ് ഉള്ള ഏത് ട്രാൻസാക്ഷൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ 5 എണ്ണത്തിൽ വരും എന്നുള്ളതാണ്. ഓക്കെ, ഏത് ട്രാൻസാക്ഷൻ എടുക്കുക, ബിസിനസ്സിൽ നടക്കുന്ന എന്ത് ട്രാൻസാക്ഷൻ ആണെങ്കിലും ഈ 5ൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും അത്. ക്ലിയർ? ആ ട്രാൻസാക്ഷൻ ഈ 6ാമത്തെ ഒരു ഐറ്റം നമുക്ക് പഠിക്കാനില്ല, 5 അല്ലാണ്ട് ഒരു 6ാമത്തെ ഐറ്റം നമുക്ക് അക്കൗണ്ട്സിൽ പഠിക്കാനില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏത് ചാപ്റ്റർ പഠിക്കുമ്പോഴും ഈ 5ൽ ഇൻക്ലൂഡ് ആയി എടുക്കുകയാണ്. അപ്പോൾ ഈ 5 എണ്ണം എന്താണെന്നുള്ള അറിയാമെന്നുള്ളതാണ് അല്ലേ? ഈ 5ൻ്റെ ടേം മീനിങ് നമ്മൾ പഠിച്ചു. ഈ 5ൻ്റെ ടേം മീനിങ് നമുക്കറിയാം. അസറ്റ് എന്താ നമ്മൾ ഇപ്പോൾ കൂടി പറഞ്ഞു അല്ലേ? അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോപ്പർട്ടി ഓർ റിസോഴ്സ് ഓൺ ബൈ ബിസിനസ് ഫോർ ദ പർപ്പസ് ഓഫ് ജനറേറ്റിംഗ് ഫ്യൂച്ചർ പ്രോഫിറ്റ്. ഫ്യൂച്ചറിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? ഓൺ ചെയ്ത റിസോഴ്സ് ആണ് അസറ്റ് എന്ന് പറഞ്ഞു അല്ലേ? അസറ്റിന്റെ ക്ലാസിഫിക്കേഷൻ നമുക്കറിയാം. ഒന്നുകൂടി ഞാൻ ജസ്റ്റ് പറയാണ്, കാരണം ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, അസറ്റ് എന്ന് പറഞ്ഞാൽ 2 രീതിയിലുണ്ട്. ഫിക്സ്ഡ് അസറ്റും ഉണ്ട്, കറണ്ട് അസറ്റും ഉണ്ട് അല്ലേ? ഫിക്സ്ഡ് അസറ്റ് തന്നെ ടാഞ്ചിബിളും ഉണ്ട്, ഇൻടാഞ്ചിബിളും ഉണ്ട്. ടാഞ്ചിബിൾ ഏതാണ്? ലാൻഡ്, ബിൽഡിംഗ്, ഫേർണിച്ചർ, മെഷീനറി, ഇതൊക്കെ എന്താണ്? ടാഞ്ചിബിൾ ഫിക്സ്ഡ് അസറ്റ് ആണ്. അത് അസറ്റിന്റെ അണ്ടറിൽ തന്നെ കേട്ടോ വരാം. പിന്നെ ഇൻടാഞ്ചിബിൾ ഏതാ? ഗുഡ്വിൽ, കോപ്പിറൈറ്റ്, പാറ്റേൺ, ട്രേഡ് മാർക്ക്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, ഇതൊക്കെ എന്തിൽ വരും? ഇൻടാഞ്ചിബിൾ അസറ്റ് എന്നുള്ള അസറ്റിന്റെ ഹെഡിൽ വരും. അപ്പൊ അസറ്റിന് ഒറ്റ റൂളുള്ളൂ, ഈ പറഞ്ഞ എല്ലാം അതേ റൂളിൽ വരും. ഏതൊക്കെ? ഫിക്സ്ഡ് അസറ്റും കറണ്ട് അസറ്റും. കറണ്ട് അസറ്റിൽ ഇവിടെ ഡെപ്റ്റേഴ്സും ബാങ്ക് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. ഇവിടെ അത് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഇവിടെ ഇല്ല. റൈറ്റ്? അപ്പൊ നേരത്തെ നമ്മൾ എന്ത് പറഞ്ഞു? റിയൽ അക്കൗണ്ടിലെ ബാങ്ക്, ഡെപ്റ്റേഴ്സ്, പ്രീപെയ്ഡ്, അക്രൂഡ് ഇൻകം, ഇതൊന്നും റിയൽ അക്കൗണ്ടിൽ വരാം, കാരണം അത് പേഴ്സണൽ ആയതുകൊണ്ട് പേഴ്സണൽ അക്കൗണ്ടിലേക്ക് പോകും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ആ സ്പ്ലിറ്റ് അല്ല, പേഴ്സണൽ ആൻഡ് ഇംപേഴ്സണൽ സ്പ്ലിറ്റ് അല്ല. ഇവിടെ അസറ്റ് എന്നുള്ളൊരു ഹെഡാണ്. എല്ലാ അസറ്റ്സും കംസ് അണ്ടർ അസറ്റ് അല്ലേ? എല്ലാ അസറ്റ് അതിൽ എക്സ്ക്ലൂഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. എല്ലാം എന്താണ്? അസറ്റിന്റെ അണ്ടറിൽ തന്നെ വരാന്നുള്ളതാണ്. ഓക്കെ, ഏതൊക്കെ? ബോത്ത് ഫിക്സ്ഡ് അസറ്റ് ആൻഡ് കറണ്ട് അസറ്റ്, എല്ലാത്തിനും സെയിം റൂൾ, ഇൻക്ലൂഡിങ് ക്യാഷ്, ബാങ്ക്, ഡെപ്റ്റേഴ്സ്, ഇൻവെസ്റ്റ്മെന്റ്, ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി, ഫർണിച്ചർ, എവറിത്തിങ് അല്ലേ കംസ് അണ്ടർ അസറ്റ് അല്ലേ? അസറ്റ് എന്നുള്ള അണ്ടറിലാണ് വരാം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അസറ്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാം അസറ്റിന്റെ റൂളിൽ വരും. നമ്മൾ അസറ്റിന്റെ റൂള് പഠിക്കുമ്പോൾ ഈ പറഞ്ഞ എല്ലാ ഐറ്റംസും അസറ്റിന്റെ റൂളിലാണ് വരാം, കാരണം ഇതൊക്കെ അസറ്റിന്റെ അണ്ടറിൽ വരുന്ന ഐറ്റംസ് ആണ്. ഓക്കെ, രണ്ടാമത്തെ എക്സ്പെൻസ് ആണ് അല്ലേ? എക്സ്പെൻസ് ഇവിടെ മീൻ ചെയ്യുന്ന റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. നമ്മൾ എക്സ്പെൻഡിച്ചർ ക്യാപിറ്റലും റവന്യൂ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയാം, അത് അസറ്റിന്റെ റൂളിൽ വരും. അപ്പം നമ്മളിപ്പോൾ പഠിക്കുന്ന എക്സ്പെൻസ് റവന്യൂ എക്സ്പെൻഡിച്ചറിനെ കുറിച്ചിട്ടാണ്. ഇവിടെ ഉദ്ദേശിക്കുന്ന എക്സ്പെൻസ് എന്താണ്? നോമിനൽ എക്സ്പെൻസ്, വിച്ച് മീൻ റവന്യൂ എക്സ്പെൻഡിച്ചർ, സാലറി, റെന്റ്, പർച്ചേസ് ഓഫ് ഗുഡ്സ്,
ഇൻഷുറൻസ്, സ്റ്റേഷനറി, ഡിപ്രീസിയേഷൻ, ബാഡ് ഡെപ്റ്റ് എക്സെട്ര അല്ലേ. റുട്ടീനായിട്ട് സംഭവിക്കുന്നത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന എക്സ്പെൻസ് ആണ് റവന്യൂ. അതാണ് ഇവിടുത്തെ എക്സ്പെൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാക്കി വെക്കാം. എക്സ്പെൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് നോമിനൽ എക്സ്പെൻസ് ആണ്. റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ് നമ്മളിവിടെ മെയിൻ ചെയ്യുന്നത്. എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്യുന്ന എക്സ്പെൻസ് ആണ്. ഏതൊക്കെ വരാം? പർച്ചേസ് ഓഫ് ഗുഡ്സ് വരും അല്ലേ. പിന്നെ ഏത് വരും? വേജസ് പെയ്ഡ്, സാലറി പെയ്ഡ്, റെന്റ് പെയ്ഡ് അല്ലേ, ഇൻഷുറൻസ് പെയ്ഡ്. അതേപോലെയുള്ള എല്ലാ നോമിനൽ ഐറ്റംസും നോമിനൽ എക്സ്പെൻസും ഈ എക്സ്പെൻസിൻ്റെ അണ്ടറിലാണ് വരാം. ശരിക്കും രണ്ട് ടൈപ്പ് എക്സ്പെൻസ് ഉണ്ട്. ഒന്ന് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, രണ്ടാമത്തെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അത് നമുക്ക് ഇപ്പോൾ ആവശ്യമില്ലെങ്കിലും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള ചാപ്റ്ററിൽ അതിൻ്റെ സ്പ്ലിറ്റ് ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഡയറക്റ്റ് ആണെങ്കിലും ഇൻഡയറക്റ്റ് ആണെങ്കിലും രണ്ട് റിപ്പീറ്റ് ആയിട്ട് വരുന്നതായതുകൊണ്ട് തന്നെ അത് റവന്യൂ എക്സ്പെൻഡിച്ചർ എക്സ്പെൻസിന് അണ്ടറിൽ വരുന്നു. മനസ്സിലാക്കി വെക്കാം. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ആ ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്യുക? ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്താണ് എടുക്കാനുള്ളത്? എക്സ്പെൻസ് മനസ്സിലായി വിചാരിക്കുന്നു അല്ലേ. ഇനി നമുക്ക് ഇൻകം ആണ് അല്ലേ. ഇൻകം ഇതേപോലെ നോമിനൽ ഇൻകം എന്ന് പറഞ്ഞാൽ റവന്യൂ റെസിപ്റ്റ്, എല്ലാ വർഷവും റിപ്പീറ്റഡ് ആയിട്ട് സംഭവിക്കുന്നത്. സെയിൽസ്, ഇക്കൊല്ലം സെയിൽസ് ഉണ്ടാവും കുറേ, നെക്സ്റ്റ് ഇയറിലും കുറേ സെയിൽസ് ഉണ്ടാവും, റൈറ്റ്. ബാങ്കിൽ FD ഉണ്ട്, എല്ലാ വർഷവും ഇൻട്രസ്റ്റ് കിട്ടും. സോ അത് നോമിനൽ ഇൻകം ആണ്, നോമിനൽ റവന്യൂ ആണ്. അപ്പൊ ഇൻകം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? എല്ലാ വർഷവും നമുക്ക് റെസിപ്റ്റ് ആയിട്ട് കിട്ടുന്നത് അല്ലേ. ഏതാണ് മേജർ സോഴ്സ് ഓഫ് റവന്യൂ എന്ന് പറയുന്നത്? സെയിൽസ് ആണ്. ഒരു ബിസിനസിന്റെ ഏറ്റവും വലിയ റവന്യൂ ഏതാണ്? അത് സെയിൽസ് ആണ്. ക്ലിയർ? എല്ലാ വർഷവും സംഭവിക്കും. അപ്പൊ ഇൻകത്തിന്റെ അണ്ടറിൽ വരെ ഏതൊക്കെയാണ്? ഒന്ന് സെയിൽസ് ആണ് അല്ലെ. മേജർ സോഴ്സ് ഓഫ് റവന്യൂ, ഏറ്റവും വലിയ റവന്യൂ ഏതാണ്? അത് സെയിൽസിൽ നിന്നാണ്. ക്ലിയർ? പിന്നെ കിട്ടുന്ന അതർ ഇൻകംസ് ഏതൊക്കെയാണ്? സെയിൽസ് അല്ലാത്ത അതർ ഇൻകംസ് എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ചു. ഒന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു അല്ലേ, നമുക്ക് ബാങ്കിൽ ഒരു FD ഉണ്ട്, അല്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ട്, ഏത് അക്കൗണ്ട് ആയിക്കോട്ടെ, നമുക്ക് അതിന് വർഷം എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും, റൈറ്റ്. ആ ഇൻട്രസ്റ്റ് അതർ ഇൻകത്തിലാണ് എല്ലാ വർഷവും കിട്ടുന്നുള്ളതുകൊണ്ട് എല്ലാ വർഷവും റിപ്പീറ്റഡ്ലി കിട്ടുന്നതുകൊണ്ട് ആ ഇൻകം എന്താണ്? അതർ ഇൻകം. ചിലപ്പോൾ കമ്മീഷൻ കിട്ടും. ഒരു പെർട്ടിക്കുലർ ബ്രാൻഡ് മാത്രം നമ്മൾ എന്ത് ചെയ്യാണ്? കൂടുതലായിട്ട് സെയിൽ ചെയ്യണം. അപ്പോൾ ആ ബ്രാൻഡ് കമ്പനി നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും? കമ്മീഷൻ തരും. അത് എല്ലാ വർഷവും കിട്ടും. നമ്മൾ അവരെ എത്ര സെയിൽസ് നടത്തി അവരുടെ പ്രോഡക്റ്റ്, അതിൻ്റെ ഫിക്സഡ് പെർസെൻറ്റേജ് കമ്പനി വേറെ തന്നെ എക്സ്ട്രാ കമ്മീഷൻ തരും, റൈറ്റ്. അപ്പോൾ അത് അതർ ഇൻകം ആണ്. അതൊന്നും ഒരു മേജർ സോഴ്സ് അല്ല, ചെറിയ ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും അതൊരു ഇൻകം ആണ്, റൈറ്റ്. എല്ലാ വർഷവും നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ഇൻകം ആണ്. പിന്നെ ഡിസ്കൗണ്ട് റിസീവ്ഡ്, അതും നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ. നമ്മൾ ഒരാൾക്ക് 10,000 കൊടുക്കാനുണ്ട്, അയാൾക്ക് നമ്മൾ എത്രയേ കൊടുക്കണുള്ളൂ? 9,000 അല്ലെങ്കിൽ 9,500 കൊടുക്കണുള്ളൂ. എന്നാൽ ബാക്കി ബാലൻസ് എമൗണ്ട് നമുക്ക് എന്താണ്? പ്രോഫിറ്റ് ആണ്, ഇൻകം ആണ്, റൈറ്റ്. അതും അതർ ഇൻകത്തിൽ വരും. ഇനി നമുക്കൊരു ബിൽഡിംഗ് ഉണ്ടെന്ന് വിചാരിക്കാം, നമ്മളത് റെന്റിന് കൊടുത്താണ്. നമുക്ക് ആ ബിൽഡിങ്ങിൽ നിന്ന് കിട്ടുന്ന റെന്റ് ഉണ്ടല്ലോ, ആ റെന്റ് നമുക്ക് എല്ലാ വർഷവും കിട്ടുന്ന ഇൻകം അല്ലേ, റൈറ്റ്. അപ്പോൾ നമ്മൾ ഇൻകത്തിൻ്റെ അണ്ടറിൽ എന്തൊക്കെയാണ് പഠിച്ചത്? സെയിൽസ് വരും, ഇൻട്രസ്റ്റ് റിസീവ്ഡ് വരും, കമ്മീഷൻ റിസീവ്ഡ് വരും, ഡിസ്കൗണ്ട് റിസീവ്ഡ് വരും, റെന്റ് റിസീവ്ഡ് വരും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഏതൊക്കെ വരാം? സെയിൽസ്, ഇൻട്രസ്റ്റ്, കമ്മീഷൻ, റെന്റ് ആൻഡ് ഡിസ്കൗണ്ട്. ബേസിക് ആയിട്ട് നമുക്ക് വേണ്ടത് ഞാൻ പറഞ്ഞുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ദാറ്റ് ഇസ് ലയബിലിറ്റീസ് അല്ലേ. 3 പഠിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ അപ്രോച്ച് 5 ആയിട്ടാണ് മൊത്തം ട്രാൻസാക്ഷൻ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്, കാറ്റഗറൈസ് ചെയ്യുന്നത്. അതിൽ 3 കംപ്ലീറ്റ് ചെയ്തു. ഇനി 2 ബാക്കിയുള്ളൂ. ലാബിലിറ്റീസ്. ലാബിലിറ്റീസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഔട്ട്സൈഡ് ലാബിലിറ്റി ആണ്. ഇന്റേണൽ ലാബിലിറ്റി ആയ ക്യാപിറ്റൽ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇന്റേണൽ ലാബിലിറ്റി ആയ ക്യാപിറ്റൽ സെപ്പറേറ്റ് ഇവിടെ ഉണ്ടായതുകൊണ്ട് ഇവിടെ ലാബിലിറ്റീസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലാബിലിറ്റീസ് മീൻ ചെയ്യുന്നത് എന്താണ്? ഔട്ട്സൈഡ് ലാബിലിറ്റി ആണ് അല്ലെ. എന്താണ്? ഔട്ട്സൈഡ് ലാബിലിറ്റി, എക്സ്റ്റേണൽ ലാബിലിറ്റീസ്. അത് 2 ടൈപ്പ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. അതും നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞു. ലാബിലിറ്റീസ് 2 ടൈപ്പ് ഉണ്ട് അല്ലെ. ലോങ് ടേം ലാബിലിറ്റീസും ഉണ്ട്, കറന്റ് ലാബിലിറ്റീസും ഉണ്ട്. ശ്രദ്ധിക്കാം, ലോങ് ടേം ലാബിലിറ്റീസും ഉണ്ട്, കറന്റ് ലാബിലിറ്റീസും ഉണ്ട് അല്ലെ. എന്താ ലോങ് ടേം ലാബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ 1 ഇയർ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? മോർ ദാൻ 1 ഇയർ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? പേയ്മെന്റ് കൊടുത്താൽ മതി. അതിനാണ് നമ്മൾ ലോങ് ടേം ലാബിലിറ്റീസ് എന്ന് പറയാം. ലൈക്ക് ബാങ്ക് ലോൺ, മോർഗേജ്, ഡിബെഞ്ചർ എക്സെട്ര. ഈ പറഞ്ഞ സാധനം ഇപ്പോൾ ഒരു സ്വർണം പണയത്തിന് വെച്ചു, അത് ചിലപ്പോൾ 10 കൊല്ലത്തേക്ക് 5 കൊല്ലത്തേക്ക് ആയിരിക്കും നമ്മൾ പണയം വെച്ചിട്ടുണ്ടാവാം. അതിനാണ് മോർഗേജ് എന്ന് പറയാം. ക്ലിയർ? അത് നമ്മൾ എന്ത് ചെയ്താൽ മതി? 1 വർഷം കൊണ്ടല്ല നമ്മൾ ആ ലാബിലിറ്റി മീറ്റ് ചെയ്യുന്നത്. നമ്മൾ മീറ്റ് ചെയ്യുന്നത് എന്താ? കുറേ വർഷങ്ങൾ എടുത്തിട്ടാണ്. സോ അത് ലോങ് ടേം ലാബിലിറ്റി ആണ്. പിന്നെ കറന്റ് ലാബിലിറ്റി, 2 ലാബിലിറ്റീസിന്റെ റൂളിലാണ് വരാം അല്ലെ. ലാബിലിറ്റി 2 ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കാം. ഒന്ന് ലോങ് ടേം ആണ്, കുറേ ടൈം എടുത്തിട്ട് ആ ലാബിലിറ്റി മീറ്റ് ചെയ്താൽ മതി. രണ്ടാമത്തെ കറന്റ് ലാബിലിറ്റി ആണ്. വിത്തിൻ 1 ഇയറിൽ നമ്മൾ ആ ഷോർട്ട് ടേം ഡെപ്റ്റ് അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ നമ്മൾ എന്ത് ചെയ്യണം? മീറ്റ് ചെയ്യണം. നമ്മളുടെ ആ ലാബിലിറ്റി നമ്മൾ എന്ത് ചെയ്യണം? മീറ്റ് ചെയ്യണം വിത്തിൻ 1 ഇയറിൽ. ഓക്കെ, അപ്പോൾ ലാബിലിറ്റീസിൽ 2 ഉണ്ട്, 2 കംസ് അണ്ടർ ലാബിലിറ്റീസ് ഉള്ള അണ്ടറാണ്, ആ സെയിം റൂളാണ്. ഓക്കെ, ഏതൊക്കെയാണ്? ലോങ് ടേം ലാബിലിറ്റി ആൻഡ് കറന്റ് ലാബിലിറ്റി. കറന്റ് ലാബിലിറ്റിന്റെ എക്സാമ്പിൾ നമ്മളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന ക്രെഡിറ്റിനാണ്.
അയാളോട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ടൈം അയാൾ ഗുഡ്സ് തരുമോ? ഇല്ല. ഗുഡ്സ് നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യണം. സോ ക്രെഡിറ്റേഴ്സിന് നമ്മൾ ഫ്രീക്വൻറ്റ് പേയ്മെൻറ്റ് കൊടുത്തോണ്ടേ നിൽക്കും വിത്തിൻ ഇയർ തന്നെ, റൈറ്റ്? അങ്ങനെ ആകുമ്പോൾ ക്രെഡിറ്റേഴ്സ് കറണ്ട് ലാബിലിറ്റി ആണ്, വിത്തിൻ എ ഇയർ തന്നെ പേയ്മെൻറ്റ് വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഏതാണ്? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ഒരിക്കലും 1 ഇയറിൻ്റെ മുകളിലൊക്കെ ഒരാൾക്ക് ഓവർ ഡ്രാഫ്റ്റ് ബിസിനസ്സിന് ഒരു ബാങ്കും പ്രൊവൈഡ് ചെയ്യില്ല. ഓക്കെ, വിത്തിൻ 1 ഇയർ അല്ലെങ്കിൽ 3 മന്തിനുള്ളിൽ അല്ലെങ്കിൽ 4 മന്തിനുള്ളിൽ വി ഹാവ് ടു പേ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എമൗണ്ട്. അല്ലേ, നമുക്ക് ഓവർ ഡ്രാഫ്റ്റ് എമൗണ്ട് എന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കണം. നമ്മൾ ലാബിലിറ്റി ആണ്, കറണ്ട് ലാബിലിറ്റി ആണ്. ഓക്കെ, ബിൽസ് പേയബിൾ. നമ്മൾ ഒരാൾക്ക് ബില്ല് കൊടുത്തു എന്ന് പറഞ്ഞാൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ്, പക്ഷേ നമുക്ക് ആ ബില്ലിന്റെ ഡ്യൂറേഷൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ അതിന്റെ പേയ്മെന്റ് കൊടുക്കണം. ഓക്കെ, പിന്നെ ഏതാണ്? ബിൽസ് പേയബിൾ. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. ഒരാൾക്ക് ഒരു സാറിന് സാലറി കൊടുക്കാണ്ട് ബട്ട് സ്റ്റിൽ ഡ്യൂ ആണ്, നമ്മൾ എന്ത് ചെയ്യണം? 1 വർഷത്തിനുള്ളിൽ തന്നെ സാലറി ക്ലിയർ ചെയ്യണം. അല്ലേ, 1 വർഷം കഴിഞ്ഞിട്ട് തരാൻ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഒക്കെ എന്തിൻ്റെ അണ്ടറിൽ വരും? കറന്റ് ലാബിലിറ്റീസിന്റെ അണ്ടറിൽ വരും. പഠിച്ചു വെക്കുക, എഴുതി വെക്കുക. അല്ലേ, എന്തൊക്കെയാണ് ലാബിലിറ്റീസിന് അണ്ടറിൽ എന്തൊക്കെ വരും? ലോങ് ടേം ലാബിലിറ്റി ഉണ്ട്, കറന്റ് ലാബിലിറ്റി ഉണ്ട്. ലോങ് ടേമിൽ ഏതൊക്കെയാണ്? ബാങ്ക് ലോൺ, ഡിബെഞ്ചർ, മോർഗേജ്. കറന്റ് ലാബിലിറ്റിയിൽ ഏതാ വരാം? ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എക്സെട്ര. കുറെ കാര്യങ്ങൾ വരും, തൽക്കാലം നിങ്ങൾ ഇത് എഴുതി വെക്കുക. ഓക്കെ, ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ, ക്യാപിറ്റൽ. വെരി സിമ്പിൾ അല്ലേ? എനി എമൗണ്ട് അല്ലെങ്കിൽ എനി ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ബൈ ഓണർ, വെദർ ഇറ്റ് ഈസ് ക്യാഷ് ഓർ ഇൻ കൈൻഡ്. അസറ്റ് കൊണ്ടുവരാം, ക്യാഷ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, എന്തും ആയിക്കോട്ടെ, അതിന് നമ്മൾ ക്യാപിറ്റൽ എന്നുള്ള ടേമിൽ അറിയപ്പെടാം. ഇപ്പോൾ ഓണർ ബിസിനസ്സിലേക്ക് 10 lakh ഇൻവെസ്റ്റ് ചെയ്തു, അത് ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ 10 lakh വന്നു എന്നാ പറയാം. ഓക്കെ, ഇനി അയാൾ ഒരു 5 lakhന്റെ ലാൻഡ് അയാൾ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു, നമുക്ക് ലാൻഡ് ആയിട്ട് 5 lakh ഇൻവെസ്റ്റ്മെന്റ് കിട്ടി. അപ്പോൾ ഈ ഓണർ ഇൻവെസ്റ്റ് ചെയ്ത് 5 lakh ആണ്. ഒരു ഭാഗത്ത് അസറ്റ് 5 lakhും മറ്റേ ഭാഗത്ത് ക്യാപിറ്റൽ 5 lakhും. നമ്മൾ എന്താ പഠിച്ചത്? അസറ്റ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയാൻ കാരണം ക്യാപിറ്റലും ലാബിലിറ്റിന്റെ അണ്ടറിൽ വരും, പക്ഷെ അത് ഇന്റേണൽ ലാബിലിറ്റി ആണ്, നമ്മൾ സെപ്പറേറ്റ് പറയാണ്. ലാബിലിറ്റീസ് മീൻ ഔട്ട്സൈഡ് ലാബിലിറ്റി, ക്യാപിറ്റൽ മീൻ ഇന്റേണൽ ലാബിലിറ്റി. നമ്മൾ ഓണർ ആണ് അല്ലേ, അപ്പോൾ ലാബിലിറ്റി എത്ര ഉണ്ടോ, ഓണറിന്റെ ഫണ്ട് എത്ര ഉണ്ടോ, അത് അസറ്റിന് ഈക്വൽ ആയിരിക്കും. ക്ലിയർ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാണ്, ഓണർ 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു, ക്യാഷ് എന്നുള്ള അസറ്റ് 10 ലക്ഷവും ക്യാപിറ്റൽ 10 ലക്ഷം. അസറ്റ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ, റൈറ്റ്? ബാങ്കിൽ ഒരു 5 ലക്ഷം ലോൺ എടുത്തു, അപ്പോൾ ലാബിലിറ്റി സൈഡ് ഒന്ന് ആലോചിച്ച് നോക്ക്, 5 ലക്ഷം ഇനി തിരിച്ചടിക്കണ്ടേ, ഓണർ ഇട്ട 10 ലക്ഷം ഉണ്ട്. അസറ്റ് സൈഡിലോ ക്യാഷ് 15 lakhs ആയി, 10 lakh ഓണർ തന്നത്, ലോൺ എടുത്ത 5 lakh, 15 lakhs. സോ അസറ്റ്സിൽ 15 lakhs ക്യാഷ് ഉണ്ട്, ഇവിടെ ലാബിലിറ്റീസിൽ 5 lakhും ക്യാപിറ്റലിൽ 10 lakhും 15, ബോത്ത് ഓൺ 15 lakh. സോ അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ഏത് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്താലും വരും എന്നുള്ളതാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് ഇക്വേഷനിൽ പറഞ്ഞു. അത് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള ടോപ്പിക് ഈ ഹെഡ് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളത് അക്കൗണ്ടിങ് ഇക്വേഷൻ ആണ്. അതിൽ നമ്മൾ എന്ത് പ്രൂവ് ചെയ്യും? എനി ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്താലും അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ ഈക്വൽ ആയിക്കൊണ്ടേ നിൽക്കും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്? അമേരിക്കൻ അപ്രോച്ച് 5 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാൻ കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. നമുക്ക് ഇതിനി പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമാവണമെങ്കിൽ ഓരോന്നിൻ്റെ അണ്ടറിലും എന്തൊക്കെ വന്നു എന്ന് അറിയണം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാണ്. ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്? ആദ്യം അസറ്റ് ആണ്, എക്സ്പെൻസ്, ഇൻകം, ലാബിലിറ്റി ആൻഡ് ക്യാപിറ്റൽ. 5 എണ്ണമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഏതൊക്കെ? അസറ്റ്, എക്സ്പെൻസ്, ഇൻകം, ലാബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ. ഓക്കെ, ഇത്രയാണ് അക്കൗണ്ട്സിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അക്കൗണ്ട്സിന്റെ ക്ലാസിഫിക്കേഷൻ. ഇനി നമുക്ക് പറയാനുള്ളത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, എന്താണ് ഡെബിറ്റ്, എന്താണ് ക്രെഡിറ്റ്? അക്കൗണ്ട്സ് പഠിക്കുന്നത് അല്ലെങ്കിൽ കൊമേഴ്സ് സ്റ്റുഡൻസിനോട് പൊതുവേ ചോദിക്കുന്ന ഒരു കാര്യമാണ്, അത് ഡെബിറ്റ് ചെയ്ത് ക്രെഡിറ്റ്. എന്താണ് ഈ ഡെബിറ്റ് ക്രെഡിറ്റ്? എന്താ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം അല്ലേ? ഡെബിറ്റ് ക്രെഡിറ്റ് ഇങ്ങനെ കേൾക്കാം. ശരിക്കും എന്താ ഡെബിറ്റ് ക്രെഡിറ്റ്? ഞാൻ എന്ത് പറഞ്ഞു നിങ്ങളോട്? അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ടി ഷേപ്പ് ഫോർമാറ്റിലാണ് അല്ലേ? ടി ഫോർമാറ്റിലുള്ളതാണ് എന്ത് പറയുന്നത്? അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു അതിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരേ ഐറ്റംസ് ഉണ്ടാവും. അപ്പോൾ ലെഫ്റ്റ് സൈഡിനെ നമ്മൾ ഒരു സാധനം ഇതാക്കുമ്പോൾ ലെഫ്റ്റിൽ ചെയ്ത് റൈറ്റിൽ ചെയ്ത് എന്നല്ല നമ്മൾ അക്കൗണ്ട്സിൽ പറയാം. പകരം ഡെബിറ്റ് ക്രെഡിറ്റ് ചെയ്യുന്ന പറയാം. സോ ഇറ്റ് സിംപ്ലി മീൻസ് ഡെബിറ്റ് മീൻസ് ലെഫ്റ്റ് സൈഡ് ഓഫ് എൻ അക്കൗണ്ടും ക്രെഡിറ്റ് മീൻ റൈറ്റ് സൈഡ് ഓഫ് എൻ അക്കൗണ്ടും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ട് വരച്ചാൽ അതിൻ്റെ ലെഫ്റ്റ് പാർട്ട് ഡെബിറ്റ് ആണ്, റൈറ്റ് പാർട്ട് ക്രെഡിറ്റ് ആണ്.
സോ നമ്മൾ പറയുന്നത് അസറ്റിനെ ഡെബിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് അത് എവിടെ റെക്കോർഡ് ചെയ്യണം? ലെഫ്റ്റ് സൈഡ് ഓഫ് ആൻ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യണം. അസറ്റിന് ലെഫ്റ്റിൽ എഴുതുന്നു നമ്മൾ പറയാറില്ല, നമ്മൾ അതിന് പകരം എന്ത് പറയും? ഡെബിറ്റിൽ എഴുതു, ക്രെഡിറ്റിൽ എഴുതു എന്നാണ്, റൈറ്റ്? അപ്പോൾ ഡെബിറ്റും ക്രെഡിറ്റിനും മീനിങ് ഇത്രയേ ഉള്ളൂ. ഒരു അക്കൗണ്ടിന്റെ ലെഫ്റ്റ് പാർട്ട് ഡെബിറ്റും ഒരു അക്കൗണ്ടിന്റെ റൈറ്റ് പാർട്ട് ക്രെഡിറ്റും ആണ്. പോയിന്റ് ക്ലിയർ ആയി വിചാരിക്കുന്നു അല്ലെ? ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെഫ്റ്റ് പാർട്ടാണ്. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റൈറ്റ് പാർട്ടാണ്. ക്ലിയർ? ഇനി ഈ 5 കാര്യങ്ങൾ ഏതൊക്കെ? അസറ്റ്, എക്സ്പെൻസ്, ഇൻകം, ലാബിലിറ്റി, ക്യാപിറ്റൽ. ഈ 5ഉം എപ്പോഴാണ് ഡെബിറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ടിന്റെ ലെഫ്റ്റ് പാർട്ടിൽ എപ്പോഴാണ് എഴുതേണ്ടതെന്നുള്ളതാണ്. ഇനി ഈ 5 ഐറ്റവും എപ്പോഴാണ് ക്രെഡിറ്റ് ചെയ്യാം? ഇതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അക്കൗണ്ട്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചു, ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ട് പഠിച്ചു, ഡെബിറ്റും ക്രെഡിറ്റും എന്താണെന്നും പഠിച്ചു. ഇനി നമ്മളിത് മിക്സ് ചെയ്യാൻ പോവാണ്. ഈ 5 അക്കൗണ്ട് ഡെബിറ്റും ക്രെഡിറ്റും എപ്പം ചെയ്യും എന്നുള്ളത്, ഈ 5 അക്കൗണ്ട് എങ്ങനെ ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യും എന്നുള്ളത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ? വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അക്കൗണ്ടും പഠിച്ചു, ഡെബിറ്റും ക്രെഡിറ്റും പഠിച്ചു. ഇനി ഇത് അപ്ലൈ ചെയ്യാൻ പോവാണ്, ഇത് രണ്ടും കൂടി മിക്സ് ആക്കാൻ പോവാണ്. ക്ലിയർ? റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് അവിടെ ബോർഡ് മേൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോൾ പഠിച്ച 5 അക്കൗണ്ട് അവിടെ ഉണ്ട്. അതെങ്ങനെ ഡെബിറ്റ് ക്രെഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ജേണൽ എൻട്രി വളരെ എളുപ്പമാണ് അല്ലേ? നമുക്ക് നോക്കി നോക്കാം എന്താ റൂൾ എന്നുള്ളത്. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് ഡെബിറ്റ് സൈഡിൽ എഴുതുക എന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ടിന്റെ ലെഫ്റ്റ് സൈഡിൽ എപ്പോൾ അസറ്റ് ചെയ്താൽ ഇൻക്രീസ് ചെയ്യുമ്പോഴാണ്. അതേ അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോഴാണ് ക്രെഡിറ്റ് ചെയ്യാം. അപ്പോൾ അസറ്റിന്റെ റൂൾ വളരെ എളുപ്പമാണ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ്, അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എപ്പോഴാണ് അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് എന്നുള്ളൊരു എക്സാമ്പിൾ. ഇപ്പോൾ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു ബിസിനസ്സിലേക്ക്. അപ്പോൾ നമ്മളെ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് എന്താവും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്യാഷിനെ ഡെബിറ്റ് ചെയ്യും. ഓക്കെ, ജേണൽ എൻട്രിയിൽ നമ്മൾ ആദ്യം ഫോം ചെയ്യുന്നത് ജേണൽ എൻട്രി ആണ്. എന്നിട്ടാണ് നമ്മൾ ലെഡ്ജർ അക്കൗണ്ടിലേക്ക് പോവാം. അപ്പോൾ ലെഡ്ജറിലാണ് ഞാൻ പറഞ്ഞ T ഫോർമാറ്റ്, ലെഫ്റ്റ് സൈഡ് ഡെബിറ്റും റൈറ്റ് സൈഡ് ക്രെഡിറ്റും എന്ന് പറഞ്ഞത്. എന്നാൽ ജേണൽ എൻട്രിയിൽ ഇത് എങ്ങനെ എഴുതാം? ഫസ്റ്റ് എഴുതുന്ന ഐറ്റം ഡെബിറ്റ് ആയിരിക്കും, രണ്ടാമത് എഴുതുന്ന ഐറ്റമാണ് ക്രെഡിറ്റ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞിട്ട് എഴുതും. എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് എന്ന് മെൻഷൻ ചെയ്യാൻ ഡെറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? കൊടുക്കും. ഇവിടെ നമ്മൾ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ ആണ്. ക്യാഷ് അസറ്റ് കൂടിയോണ്ട് ക്യാഷിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. എന്നാൽ ജേണൽ എൻട്രിയിൽ ഫസ്റ്റ് നമ്മൾ കൊടുക്കുക ഡെബിറ്റ് ചെയ്യുന്നതും ക്രെഡിറ്റ് ചെയ്യേണ്ടത് ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ട ഐറ്റവും കൊടുക്കുക. എന്നിട്ട് ക്രെഡിറ്റ് സൈഡിൽ എമൗണ്ട് കൊടുത്താൽ മതി. ഓക്കെ, അതിലേക്ക് നമുക്ക് വരാം. അപ്പൊ ആദ്യം ഞാൻ അസറ്റിന്റെ എക്സ്പ്ലനേഷനാണ് തന്നത്. അസറ്റ് എപ്പോഴൊക്കെ ഇൻക്രീസ് ചെയ്യുന്നോ ആ ടൈം ഒക്കെ ഇൻക്രീസ് ചെയ്യുന്ന അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, ഈ അസറ്റ് ഡിക്രീസ് ചെയ്യാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ അസറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രാൻസാക്ഷൻ എപ്പോൾ 2 എഫക്റ്റ് ഉണ്ടാവും അല്ലെ? ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും ഉണ്ടാവും, അതേ ട്രാൻസാക്ഷൻ തന്നെ കറസ്പോണ്ടന്റ് ആയിട്ട് ക്രെഡിറ്റും ഉണ്ടാവില്ല. സെയിം എമൗണ്ട് ഡെബിറ്റ് ഈക്വലന്റ് ടു ക്രെഡിറ്റ് ആയിരിക്കും എപ്പോഴും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2 അസറ്റ് തമ്മിലുള്ള ഒരു ട്രാൻസാക്ഷൻ ഞാൻ പറഞ്ഞുതരാം. ബോട്ട് ഫർണിച്ചർ ഫോർ ₹30,000. നമ്മൾ ഫർണിച്ചർ പർച്ചേസ് ചെയ്യാണ് അല്ലെ? എത്ര എമൗണ്ട് കൊടുത്തിട്ടാണ്? 30,000. ഇവിടെ ഉള്ള 2 ആസ്പെക്റ്റും അസറ്റ് ആണ്. ഒന്ന് ഫർണിച്ചർ എന്നുള്ള അസറ്റ് ബിസിനസ്സിലേക്ക് ഇൻക്രീസ് ചെയ്തു, രണ്ടാമത്തേത് ക്യാഷ് എന്നുള്ള അസറ്റ് ബിസിനസ്സിൽ നിന്ന് ഡിക്രീസ് ചെയ്തു അല്ലെ? ഈ ട്രാൻസാക്ഷനിലെ 2 ആസ്പെക്റ്റും എന്താണ്? രണ്ടും അസറ്റ് ആണ്. ഒരു അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റൊരു അസറ്റ് ഡിക്രീസ് ചെയ്യാണ് അല്ലെ? അപ്പൊ എന്താ ജേണൽ എൻട്രി വരാം? നമുക്കറിയാം ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റ്. ഏത് അസറ്റാണ് കൂടിയത്? ഫർണിച്ചർ. സോ ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റ്. ഏത് അസറ്റാണ് ഡിക്രീസ് ചെയ്തത്? ക്യാഷ് എന്നുള്ള അസറ്റ് ആണ്. സോ ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കി, പർച്ചേസ്ഡ് മെഷീനറി അല്ലെ? മെഷീനറി പർച്ചേസ് ചെയ്യുമ്പോൾ ഇതും രണ്ടും അസറ്റ് ആണ് അല്ലെ? മെഷീനറി എന്നുള്ള അസറ്റ് ബിസിനസ്സിലേക്ക് വരാം, ക്യാഷ് എന്നുള്ള അസറ്റ് ബിസിനസ്സിന് പോവാം. എന്താ റൂള്? ഏത് അസറ്റ് ആണോ ഇൻക്രീസ് ചെയ്യുന്നത് ആ അസറ്റിനെ നമ്മൾ ഡെബിറ്റും, ഏത് അസറ്റ് ആണോ ഡിക്രീസ് ചെയ്യുന്നത് ആ അസറ്റിനെ നമ്മൾ ക്രെഡിറ്റും ചെയ്താൽ മതി. അപ്പൊ എന്താ ജേണൽ എൻട്രി വരാം? മെഷീനറി അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ്. ഇത് ലെഡ്ജറിലേക്ക് പോകുമ്പോഴോ മെഷീനറി എന്നുള്ള ലെഡ്ജറിന്റെ ഡെബിറ്റിലാണ് എന്ത് ചെയ്യേണ്ടത്? ഇത് പോസ്റ്റ് ചെയ്യേണ്ടത്. ക്യാഷിന്റെ ക്രെഡിറ്റിലാണ്. നമ്മൾ പറഞ്ഞല്ലേ T ഫോർമാറ്റ് പറഞ്ഞു, അതിന്റെ റൂളും തന്നെയാണ് അല്ലെ? ജേണലും ലെഡ്ജറും സെയിം റൂളാണ്. ഓക്കെ, അപ്പോൾ അസറ്റിന്റെ എക്സാമ്പിളും ഞാൻ അതിന്റെ റൂളും പറഞ്ഞു. എക്സ്പെൻസ് നോക്ക്, എക്സ്പെൻസും അസറ്റ് ഒരേ റൂളാണ് അല്ലെ? എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോഴും ഡെബിറ്റ്, ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ്, സെയിം ആസ് അസറ്റ് അല്ലെ? അപ്പൊ അത് രണ്ടും ഒരേ റൂളാണ്. അസറ്റും എക്സ്പെൻസും നിങ്ങൾ എന്ത് ചെയ്യുക? ഒരേപോലെ പഠിക്കാൻ നോക്കാം. അസറ്റും എക്സ്പെൻസും രണ്ടും എന്താണ്? സെയിം റൂളാണ്. രണ്ടും ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റും, രണ്ടും ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റുമാണ്. ഒന്നുകൂടി നോക്കാം അല്ലെ? എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യപ്പോഴോ
സിമ്പിൾ ആയിട്ട് അറിയാം. ഏതൊരു എക്സ്പെൻസും ബിസിനസ് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യാന്ന്. സാലറി കൊടുത്തു, സാലറി എന്നുള്ള എക്സ്പെൻസ് കൂടി. പെയ്ഡ് റെന്റ് എന്നുള്ള എക്സ്പെൻസ് കൂടി. പർച്ചേസ് സ്റ്റേഷനറി എന്നുള്ള എക്സ്പെൻസ് കൂടി. അപ്പോൾ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുന്ന എല്ലാ സ്റ്റേജിലും നമ്മൾ എക്സ്പെൻസിനെ എന്ത് ചെയ്യണമെന്നാ പഠിച്ചത്? ഡെബിറ്റ് ചെയ്യണമെന്നാ പഠിക്കുന്നത് അല്ലെ. എക്സ്പെൻസിനെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി എക്സ്പെൻസ് കുറയാണെങ്കിൽ നമ്മളൊരു എക്സ്പെൻസ് എന്താണ്? കുറയാണ് അല്ലെ, ഡിക്രീസ് ചെയ്യാം എന്നാൽ മാത്രം അതിന് എന്ത് ചെയ്താൽ മതി? ക്രെഡിറ്റ് ചെയ്താൽ മതി. നമ്മളെ മെജോറിറ്റി കേസിലുള്ള എക്സ്പെൻസ് ഇൻക്രീസ് എന്നുള്ളതാണ്. വളരെ റെയർ ആയിട്ടുള്ള ട്രാൻസാക്ഷനിൽ മാത്രമേ എക്സ്പെൻസ് റിഡ്യൂസ് ചെയ്യുന്നത് കാണാൻ പറ്റുള്ളൂ. ഓൾറെഡി എക്സ്പെൻസ് ആയി, ചിലപ്പോൾ അത് കൊല്ലത്തതോ അല്ലെങ്കിൽ ബൈ മിസ്റ്റേക്ക് വന്ന എക്സ്പെൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ എക്സ്പെൻസിനെ ഡിക്രീസ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. നോർമലി എക്സ്പെൻസ് പറഞ്ഞാൽ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റമാണ്. ബൈ മിസ്റ്റേക്ക് ഡെബിറ്റ് ചെയ്തതാണെങ്കിൽ നമുക്ക് അതിനെ ക്യാൻസൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ എക്സ്പെൻസ് ഡിക്രീസ് ചെയ്യണം, കാരണം ബൈ മിസ്റ്റേക്ക് ആണ്. സോ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ മാത്രമേ എക്സ്പെൻസിന്റെ ക്രെഡിറ്റ് വരാൻ ചാൻസ് ഉള്ളൂ. നോർമലി വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് ഡെബിറ്റിൽ തന്നെ ഉണ്ടാവുള്ളൂ, കാരണം ഡെബിറ്റ് ഇൻക്രീസ് ചെയ്യാന്നുള്ള അർത്ഥത്തിലാണ് അല്ലെ. എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പെൻസ് ഉണ്ടായിക്കൊണ്ടേ നിൽക്കും, കൂടിക്കൊണ്ടേ നിൽക്കും. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. കുറെ എക്സാമ്പിൾസ് ഉണ്ട്, ഒക്കെ ഒരേ പാറ്റേണിലായിരിക്കും. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുക ക്യാഷ് കൊടുത്തിട്ട്. ഗുഡ്സ് പർച്ചേസ് ചെയ്താൽ ഗുഡ്സ് അക്കൗണ്ട് അറ്റ് ക്യാഷ് എഴുതാൻ പറ്റില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അക്കൗണ്ട്സിൽ ഗുഡ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് ഇല്ല. എന്നാൽ ഗുഡ്സ് പർച്ചേസ് ചെയ്തത് റെപ്രസെന്റ് ചെയ്യുന്ന അക്കൗണ്ട് ആണ് പർച്ചേസ് അക്കൗണ്ട് എന്നുള്ളത്. ശ്രദ്ധിക്കുക, പർച്ചേസ് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്തിനു തന്നെയാണ്? ഗുഡ്സ് പർച്ചേസ് ചെയ്ത് റെക്കോർഡ് ചെയ്യാനാണ് പർച്ചേസ് അക്കൗണ്ട് എന്ന് പറയാം. ഓക്കെ, ഇവിടെ എന്താ സംഭവിച്ചത്? പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. പർച്ചേസ് എക്സ്പെൻസ് ആണ് നമുക്കറിയാം, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ എക്സ്പെൻസ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യണം എന്ന റൂള്. സോ എന്താ ജേണൽ എൻട്രി? പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്. ഇവിടെ രണ്ട് ആസ്പെക്ട്, ഒന്ന് പർച്ചേസ് എന്നുള്ളത്, രണ്ടാമത് ക്യാഷ് ബിസിനസ് നിന്നും ഡിക്രീസ് ചെയ്തു. ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റിൽ പെട്ടതാണ്, റൈറ്റ്? അപ്പൊ എന്ത് ചെയ്തു? നമ്മൾ അതിന്റെ എക്സാമ്പിളും ക്ലിയർ ആയിട്ട് പറഞ്ഞു അല്ലെ. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റും എക്സ്പെൻസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റും. അസറ്റ് പറഞ്ഞാൽ അത് സെയിം വേ അല്ലെ, സെയിം റൂൾ തന്നെ അല്ലെ. ഇനി നമ്മൾ എക്സാമ്പിൾ എന്താ പറയുക? പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഇനി വേറൊരു എക്സാമ്പിൾ പറയാം, പെയ്ഡ് സാലറി. ഇവിടെ സാലറി എന്നുള്ള എക്സ്പെൻസ് ആണ് അല്ലെ. ഒരു എക്സ്പെൻസ് വന്നാൽ നിങ്ങൾ അതിനെ ഡെബിറ്റ് ചെയ്യാന്ന് പഠിച്ചാൽ മതി. ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് എന്ന് പഠിച്ചു വെക്കാം. വളരെ, ഞാൻ പറഞ്ഞല്ലോ, വളരെ കുറഞ്ഞ ട്രാൻസാക്ഷനിൽ ഡിക്രീസ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് വരുള്ളൂ, വളരെ കുറഞ്ഞ രീതിയിലേ വരുള്ളൂ. അത് നമ്മൾ ആ ടോപ്പിക്കിലേക്ക് എത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം, ആ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതുവരെ നമ്മൾ എന്ത് പഠിക്കാം? ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് എന്നുള്ള രീതിയിലുള്ള റൂൾ പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി എന്താണ്? പെയ്ഡ് സാലറി. സാലറി അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്. ഡെബിറ്റ് ആരാണ്? സാലറി. ഡെബിറ്റ് മീൻ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്താൽ സാലറി അക്കൗണ്ട് അറ്റ് ഡെബിറ്റിൽ ചെയ്തും ടു ക്യാഷ് ക്രെഡിറ്റിൽ എമൗണ്ട് ചെയ്തു. അപ്പോൾ ലെഡ്ജർ ആണെങ്കിലോ സാലറിന്റെ അക്കൗണ്ടിൽ ആ ടി ഫോർമാറ്റിൽ ലെഫ്റ്റ് സൈഡിൽ എഴുതാം അല്ലെ. ഡെബിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ സാലറിന്റെ അക്കൗണ്ട് എഴുതണം, ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റിൽ എഴുതണം. ഓക്കെ, പെയ്ഡ് റെന്റ് എന്നുള്ള എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്തു? പേ ചെയ്തു. അപ്പോൾ റെന്റ് എന്നുള്ള എക്സ്പെൻസ് കൂടിയത് കൊണ്ട് നമ്മൾ ആരെ ഡെബിറ്റ് ചെയ്യണം? റെന്റിനെ ഡെബിറ്റ് ചെയ്യണം അല്ലെ. അപ്പോൾ റെന്റ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷിന് വരും. പർച്ചേസ്ഡ് സ്റ്റേഷനറി അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്. പെയ്ഡ് ഇൻഷുറൻസ് പ്രീമിയം അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്. ഇവിടെ പറഞ്ഞ എല്ലാ എക്സ്പെൻസും ബൈ ക്യാഷ് മീറ്റ് ചെയ്തുകൊണ്ട് എക്സ്പെൻസിനെ ഡെബിറ്റും ക്യാഷ് എന്നുള്ള അസറ്റ് കുറയുന്നത് കൊണ്ട് ക്രെഡിറ്റും ചെയ്തു അല്ലെ. അപ്പൊ അസറ്റിന്റെയും എക്സ്പെൻസിന്റെയും റൂൾ മനസ്സിലായി വിചാരിക്കുന്നു. നമുക്ക് എക്സാമ്പിളിലേക്ക് വരാം. ഓക്കെ, എക്സാമ്പിൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വരച്ചത്. നമുക്ക് എക്സാമ്പിളിലേക്ക് വരാം. ഇത് രണ്ടും ഓക്കെ എന്ന് വിചാരിക്കും. ഇനി ഏതാണ്? ഇൻകം, ലാബിലിറ്റി, ക്യാപിറ്റൽ. ഇത് മൂന്നിന്റെ പ്രത്യേകത എന്താ? ഈ മൂന്ന് ഐറ്റവും ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡെബിറ്റ് അല്ല ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ഇൻകം, ലാബിലിറ്റി, ക്യാപിറ്റൽ, ഇത് മൂന്നും ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ഇത് മൂന്ന് ഡിക്രീസ് ചെയ്യുമ്പോഴോ ഡെബിറ്റ് ചെയ്യണം. ഇപ്പൊ റൂൾ എന്താണ്? ഇൻകം, ലാബിലിറ്റി, ക്യാപിറ്റൽ മൂന്നും ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റും, മൂന്നും ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റും. നമുക്ക് എല്ലാത്തിനും എക്സാമ്പിൾ പറയാം അല്ലെ. ഇൻകം ഒരുപാട് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. സെയിൽസ് പറഞ്ഞു, ഇൻട്രസ്റ്റ് പറഞ്ഞു, കമ്മീഷൻ പറഞ്ഞു അല്ലെ. നമുക്കൊരു രണ്ട് എക്സാമ്പിൾ ഇൻകത്തിൽ നോക്കുക. ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണമെന്നാണ്. ഇപ്പൊ ക്യാഷ് സെയിൽസ് അല്ലെങ്കിൽ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. നമ്മൾ സെയിൽ ചെയ്യുന്നത് എങ്ങനെയാണ്? ഫോർ ക്യാഷിനാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്താ അറിയാം? നമ്മളൊരു സാധനം സെയിൽ ചെയ്താൽ ബിസിനസ്സിലേക്ക് ക്യാഷ് വരും. ക്യാഷ് എന്നുള്ളത് ഇൻകത്തിൽ പെട്ടല്ല, അത് അസറ്റ് ആണ്, റൈറ്റ്? അപ്പോൾ ക്യാഷ് ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ അസറ്റ് ഇൻക്രീസ് ചെയ്യുക, ഡെബിറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ഡെബിറ്റിൽ ചെയ്താൽ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ എന്നാണ്. ടു ആരാണ്? ടു സെയിൽസ് എന്നുള്ള ഇൻകം കൂടി അല്ലെ. നമുക്ക് ഈ ക്യാഷ് കിട്ടാനുള്ള കാരണം എന്താ? സെയിൽസ് എന്നുള്ള ഇൻകം കൂടിയത് കൊണ്ടാണ്, റൈറ്റ്? അപ്പോൾ സെയിൽസിനെ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ എന്താ ജേണൽ എൻട്രി വരാം? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. ഇനി നമുക്കൊരു കമ്മീഷൻ കിട്ടി, 2000 കമ്മീഷൻ റിസീവ് ചെയ്തു. എന്താ ഇതിന്റെ ജേണൽ എൻട്രി വരാം?
2000 കമ്മീഷൻ കിട്ടാനാണ് ക്യാഷ് ആയിട്ടല്ലേ കിട്ടുന്നത്. സോ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ഡെബിറ്റ് ചെയ്യൂലേ. ക്യാഷ് എപ്പോൾ റിസീവ് ചെയ്താലും ക്യാഷ് അസറ്റ് ആണ്, നിങ്ങൾ ഫീഡ് ചെയ്ത് വെക്കുക. ക്യാഷ് അസറ്റ് ആയതുകൊണ്ട് തന്നെ ക്യാഷ് എപ്പം ബിസിനസ്സിൽ വന്നാലും ക്യാഷ് ഡെബിറ്റിലേ വരുള്ളൂ. എന്താണ് ക്യാഷ് എങ്ങനെ ബിസിനസ്സിൽ വന്നാലും ക്യാഷിനെ ഡെബിറ്റ് ചെയ്യാനാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, ക്യാഷ് എപ്പോൾ ബിസിനസ്സിൽ നിന്ന് പോയാലും ബിസിനസ്സിന് ക്യാഷ് ഡിക്രീസ് ആവാണ് റിഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ 100% ക്യാഷ് ക്രെഡിറ്റിലേ വരുള്ളൂ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? കമ്മീഷൻ റിസീവ്ഡ് ഇൻ ക്യാഷ്, കമ്മീഷൻ നമുക്ക് ക്യാഷ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ക്യാഷ് എന്നുള്ള അസറ്റ് കൂടി. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ എങ്ങനെയാണ് ക്യാഷ് കൂടിയത്? കമ്മീഷൻ കിട്ടിയതുകൊണ്ട്. ടു കമ്മീഷൻ ഇൻകം ആണ് അല്ലേ. ഇപ്പൊ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ആണ്. 2 എക്സാമ്പിൾ പറഞ്ഞു. സെയിൽസ് നടന്നാൽ ഇൻകം ഇൻക്രീസ് ചെയ്യും, അപ്പോൾ സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്യണം. കമ്മീഷൻ കിട്ടിയാൽ ഇൻകം ഇൻക്രീസ് ചെയ്യും, കമ്മീഷനെ ക്രെഡിറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് റിസീവ് ചെയ്താലോ സെയിം, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ്. അപ്പോൾ എല്ലാ ഇൻകത്തിനെയും ക്രെഡിറ്റ് ഓൾ ഇൻകം എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഇൻകം എപ്പോഴും ക്രെഡിറ്റാ ചെയ്യാം. ഇൻകം കിട്ടുമ്പോൾ സൈമൾട്ടേനിയസ് ആയിട്ട് ക്യാഷ് ഇൻക്രീസ് ചെയ്യും, അസറ്റ് ഇൻക്രീസ് ചെയ്യും. സോ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ്. അല്ലെങ്കിൽ റെന്റ് റിസീവ്ഡ് ആണെങ്കിലോ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു റെന്റ്. ഇതൊക്കെ ഞാൻ ഇൻകത്തിന്റെ എക്സാമ്പിളാണ് പറഞ്ഞത്. ഇനി ലാബിലിറ്റീസിലേക്ക് പോവുകയാണെങ്കിൽ, ലാബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബാധ്യത കൂടുക. എപ്പോഴാണ് നമ്മുടെ ലാബിലിറ്റി കൂടാം? ഒന്ന് ആലോചിച്ച് നോക്കൂ. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, ബാങ്കിൽ നിന്നും ലോൺ എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ തിരിച്ചടിക്കണമല്ലോ. അപ്പോൾ നമ്മുടെ ലാബിലിറ്റി ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ബാങ്ക് ലോൺ എന്നുള്ളത് ലാബിലിറ്റിയാണ്, അത് ക്രെഡിറ്റ്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ അവർ നമുക്ക് ക്യാഷ് തരൂലേ. അപ്പോൾ എന്താ ജേണൽ എൻട്രി? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ലോൺ. നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തപ്പോൾ നമ്മളുടെ ബാങ്ക് ബാലൻസ് കൂടിയില്ലേ, നമ്മളുടെ അക്കൗണ്ടിലേക്ക് അവർ എന്ത് ചെയ്തു? ആ ലോണിന്റെ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തു. എന്ന് വെച്ചാൽ നമ്മളുടെ ബാങ്ക് ബാലൻസ് എന്നുള്ള അസറ്റ് ഇൻക്രീസ് ചെയ്തു. അസറ്റ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം. അതേപോലെ ബാങ്ക് ലോൺ എന്നുള്ള ലാബിലിറ്റി ഇൻക്രീസ് ചെയ്തു. ലാബിലിറ്റി ഇൻക്രീസ് ചെയ്ത് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ എന്താ ജേണൽ എൻട്രി വരാം? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ലോൺ. ക്ലിയർ ആയി വിചാരിക്കുന്നു അല്ലേ. ഇനി നെക്സ്റ്റ് ഏതാണ്? ലാബിലിറ്റി ഡിക്രീസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇതേ ബാങ്ക് ലോൺ റീപേയ്മെന്റ് തോന്നും. എന്നാൽ നമ്മൾ ബാങ്ക് ലോൺ അടിച്ചു വീട്ടാണ്. ക്ലിയർ. ബാങ്ക് ലോൺ എടുത്തതിനും ഒരു എമൗണ്ട് നമ്മൾ തിരിച്ചു കൊടുക്കണം ബാങ്കിന്. സോ എന്ത് വരും? ബാങ്ക് ലോൺ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ബാങ്ക് ലോൺ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചത് ഡെബിറ്റ് അല്ലേ. ലാബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ ഏത് ലാബിലിറ്റി ആണോ ഡിക്രീസ് ചെയ്യുന്നത് ആ ലാബിലിറ്റിനെ ഡെബിറ്റ് ചെയ്യണം. ഇവിടെ ഏത് ലാബിലിറ്റിയാണ്? ബാങ്ക് ലോൺ ആണ് അല്ലേ. ടു ക്യാഷ്. നമ്മൾ അസറ്റ് കുറഞ്ഞു, ലാബിലിറ്റി നമ്മൾ കുറച്ചപ്പോൾ നമ്മളുടെ കറസ്പോണ്ടന്റ് ആയിട്ട് അസറ്റും കുറഞ്ഞു. അങ്ങനെ ലാബിലിറ്റി കൊടുത്തത് എങ്ങനെയാണ്? ക്യാഷ് ത്രൂ ആണ് അല്ലേ. അപ്പൊ നമ്മളെ ക്യാഷ് ബാലൻസും കുറഞ്ഞു, നമ്മുടെ ലാബിലിറ്റിയും ഡിക്രീസ് ചെയ്തു. ഇപ്പൊ ഇതിന്റെ എക്സാമ്പിൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം. പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ക്രെഡിറ്റിനാണ്. ഫ്രം മിസ്റ്റർ എക്സ്, എക്സിൻ്റെ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, നമ്മൾ പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്, മാറിപ്പോയത്. പർച്ചേസ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എപ്പോൾ എക്സ്പെൻസ് ആണ്, എക്സ്പെൻസ് കൂടിയാൽ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ നമുക്ക് ഉറപ്പാണ്. ടു മിസ്റ്റർ എക്സ്. മിസ്റ്റർ എക്സ് ആരാണ്? ലാബിലിറ്റി ആണ്. ഇവിടെ ലാബിലിറ്റി എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. ക്ലിയർ. എന്താ സംഭവിച്ചത്? ലാബിലിറ്റി ഇൻക്രീസ് ചെയ്തു, എക്സ്പെൻസും ഇൻക്രീസ് ചെയ്തു അല്ലെ. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ആണ്, ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ആണ്. സോ ജേണൽ എൻട്രി പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു മിസ്റ്റർ എക്സ്. ക്ലിയർ ആയി വിചാരിക്കുന്നു. ഓക്കെ, 2 എക്സാമ്പിൾ ഞാൻ ലാബിലിറ്റീസിൽ പറഞ്ഞു. ഇനി ക്യാപിറ്റൽ. ക്യാപിറ്റൽ ആരെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്? ഓണറിനെ റെപ്രസെന്റ് ചെയ്യുന്ന അക്കൗണ്ട് ആണ് ക്യാപിറ്റൽ, റൈറ്റ്. അപ്പോൾ ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയാം. ഇപ്പോൾ ഓണർ ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മൾ അതിനെന്താ പറയാ? ക്യാപിറ്റൽ. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് പറഞ്ഞ എക്സാമ്പിൾ അല്ലേ. ഓണർ 10 lakh rupees ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ എന്താ ജേണൽ എൻട്രി വരാം? ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് 10 lakh എന്നുള്ള ക്യാഷ് കിട്ടി. ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് 10 lakh എന്നുള്ള ക്യാഷ് റിസീവ് ചെയ്തു. എന്നാൽ ഓണർ അത് ഇൻവെസ്റ്റ് ചെയ്താണ് കാണിക്കണ്ടേ? എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ ഓണറിന്റെ ഇൻവെസ്റ്റ്മെന്റ് 10 lakh ആണ് കാണിക്കേണ്ടത്. അപ്പൊ അയാളെ ക്യാപിറ്റലും ഇൻക്രീസ് ചെയ്തു, അസറ്റും ഇൻക്രീസ് ചെയ്തു. സോ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. ഇനി അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ക്യാഷ് ആവണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. നമ്മൾ ക്യാപിറ്റൽ പറഞ്ഞപ്പോൾ പറഞ്ഞു അല്ലേ, ക്യാഷ് ഓൺ ഇൻ കൈൻഡ്. ഇനി അസറ്റ് ആവും അല്ലെ. അയാൾ ലാൻഡ് ഇൻവെസ്റ്റ് ചെയ്തു. ലാൻഡ് എന്നുള്ള അസറ്റ് ആണ്, റൈറ്റ്. ആ അസറ്റ് ഇൻവെസ്റ്റ് ചെയ്താൽ എന്താ ജേണൽ എൻട്രി വരാം? ലാൻഡ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അല്ലേ. ലാൻഡ് എന്നുള്ള അസറ്റ് കൂടി, ക്യാപിറ്റലും കൂടി. അപ്പോൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്താലും അസറ്റ് ഇൻവെസ്റ്റ് ചെയ്താലും എന്ത് ചെയ്യും? ക്യാപിറ്റലിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. കാരണം ക്യാപിറ്റൽ കൂടി അയാൾ ഇൻവെസ്റ്റ് ചെയ്തത് കാണിക്കണം, റൈറ്റ്. ഇതാണ് റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റിൽ വരാം. ഈ 5 ഐറ്റം എങ്ങനെ ഡെബിറ്റ് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ട്സ് വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോബ്ലംസ് ചെയ്യാനും ജേണൽ എൻട്രി ചെയ്താനും അതിൻ്റെ ആ ഒരു ലോജിക്ക് നമുക്ക് കിട്ടിയാൽ മതി. ഓക്കെ, ഈ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാ പ്രോബ്ലവും നമുക്ക് ഈസി ആയിട്ട് വളരെ സ്പീഡായിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഒന്നും കൂടി ഞാൻ പറയാം, പെട്ടെന്ന് നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലത്തിലേക്ക് പോലെ അസറ്റും എക്സ്പെൻസും ഫീഡ് ചെയ്ത് വെക്കുക. അസറ്റും എക്സ്പെൻസും ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ആണ്. അസറ്റും എക്സ്പെൻസും കൂടുമ്പോഴൊക്കെ ഡെബിറ്റും, അസറ്റും എക്സ്പെൻസും ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ആണ് പഠിച്ചു നോക്കുക. ബാക്കി 3 നിങ്ങൾ എങ്ങനെ പഠിച്ചത്? ഓപ്പോസിറ്റ് ആണ് അല്ലേ. ഇൻകം, ലാബിലിറ്റി, ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോഴൊക്കെ ക്രെഡിറ്റും, ഡിക്രീസ് ചെയ്യുമ്പോൾ
ഡെബിറ്റും ആണ്. ഓക്കെ, ഇനി നമുക്ക് എക്സാമ്പിളിലേക്ക് പോകാം. നിങ്ങൾ പഠിച്ചു വെക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? രണ്ട് കാര്യം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ്, അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ക്രെഡിറ്റ് ആണ് പറയണം അല്ലേ. അസറ്റ് ടു എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ്, അപ്പോൾ എന്താണ് ഓപ്പോസിറ്റ് എന്താണ്? ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ട്രാൻസാക്ഷനിലും രണ്ട് ആസ്പെക്ട് ഉണ്ടാവും, ഡെബിറ്റും ഉണ്ടാവും ക്രെഡിറ്റും ഉണ്ടാവും. ചിലപ്പോൾ രണ്ടും അസറ്റ് ആയിരിക്കും അല്ലേ, ചിലപ്പോൾ അസറ്റ് ടു എക്സ്പെൻസ് ആയിരിക്കും, ചിലപ്പോൾ അസറ്റ് ടു ഇൻകം ആയിരിക്കും അല്ലേ, ചിലപ്പോൾ ലാബിലിറ്റിയും അസറ്റും ആയിരിക്കും. എങ്ങനെയും സംഭവിക്കാം, നമുക്ക് നോക്കാം അല്ലേ. ട്രാൻസാക്ഷൻസ് ഓരോന്ന് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അസറ്റും എക്സ്പെൻസും ഉള്ളതുണ്ടാവും, അസറ്റും ഉള്ളതുണ്ടാവും അല്ലേ. രണ്ട് ആസ്പെക്ട് ഓരോ ട്രാൻസാക്ഷനിലും ഉണ്ടാവും, അതിൽ തന്നെ ഡെബിറ്റും ഉണ്ടാവും ക്രെഡിറ്റും ഉണ്ടാവും അല്ലേ. നമുക്ക് ആദ്യം നോക്കാം, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റ് ട്രാൻസാക്ഷൻ എപ്പോൾ എങ്ങനെയായിരിക്കും? മിസ്റ്റർ എക്സോ അല്ലെങ്കിൽ മിസ്റ്റർ വൈയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളല്ലേ, മിസ്റ്റർ എക്സ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹1 lakh. ഒരു എക്സാമ്പിൾ പറയാം അല്ലേ. 1 lakh വെച്ചിട്ട് അയാൾ ബിസിനസ് എന്ത് ചെയ്തു? സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ രണ്ട് ആസ്പെക്ട് ഉണ്ട്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഓണറാണ് അല്ലേ. ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇൻവെസ്റ്റ് ചെയ്ത് 1 lakh കിട്ടി. അയാൾ ക്യാഷ് ആയിട്ട് 1 lakh ഇൻവെസ്റ്റ് ചെയ്ത് ക്യാഷ് ബിസിനസ്സിൽ കിട്ടി. എന്നാൽ അയാൾ ക്യാപിറ്റൽ എന്ത് ചെയ്യണം? ആ 1 lakh കാണിക്കണം. എങ്ങനെ ജേണൽ എൻട്രി വരാം? രണ്ട് ആസ്പെക്ട് ആണ് അല്ലേ. ട്രാൻസാക്ഷൻ നമ്പർ 1 ഡേറ്റിന്റെ കോളമാണ്, അവിടെ നമ്മൾ ട്രാൻസാക്ഷൻ നമ്പറാണ് കൊടുക്കുന്നത്. സാധാരണ ഡേറ്റ് ആണ്, ഡേറ്റ് കൊടുക്കുക അല്ലേ. പിന്നെ ജേണൽ എൻട്രി എഴുതാനുള്ള ഒരു കോളം. ക്ലിയർ? ഞാൻ പറഞ്ഞു ഡെബിറ്റ് ക്രെഡിറ്റ് അല്ലേ. ഫസ്റ്റ് ഡെബിറ്റ് പിന്നെ ക്രെഡിറ്റ്. ഡെബിറ്റ് ചെയ്തുമ്പോൾ ഡെബിറ്റിന്റെ നേരെ എമൗണ്ട് ചെയ്താൽ ടു ക്രെഡിറ്റ് ചെയ്യുന്ന അക്കൗണ്ട് ക്രെഡിറ്റിന് നേരെ ചെയ്താൽ. ഈ കോളം പ്രോബ്ലത്തിൽ എഴുതാനുള്ളതെല്ലാം നമ്മൾ എക്സാമ്പിൾ ചെയ്തതുകൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത കോളാണ് റീസൺ. എന്തുകൊണ്ട് ഡെബിറ്റ് ചെയ്തു എന്തുകൊണ്ട് ക്രെഡിറ്റ് ചെയ്തു എന്ന് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന പ്രോബ്ലം ആയതുകൊണ്ട് പഠിക്കാൻ വേണ്ടി കൊടുത്ത ഒരു കോളമാണ് റീസൺ. അപ്പോൾ അത് എന്തിൻ്റെ ഇതല്ല, ജേണൽ എൻട്രീൻ്റെ ഫോർമാറ്റ് ക്രെഡിറ്റ് വരുള്ളൂ. ഈ റീസൺ എന്നുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇത് ജേണൽ എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് ടു ക്യാപിറ്റൽ അല്ലേ, ടു ക്യാപിറ്റൽ. എന്തെങ്കിലും നമ്മൾ ഇതിന്റെ ട്രാൻസാക്ഷൻ പറഞ്ഞത്? ട്രാൻസാക്ഷൻ നമുക്ക് വേറെ തന്നെ എഴുതാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? നരേഷൻ കൊടുക്കാം അല്ലെ. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ഓക്കെ, ഇതാണ് ട്രാൻസാക്ഷൻ. അത് നമ്മൾ നരേഷൻ കൊടുക്കണം. ജേണൽ എൻട്രിയിൽ എപ്പോഴും നരേഷൻ കൊടുക്കണം. നരേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എൻട്രി എഴുതാനുള്ള കാരണം അല്ലെ. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്, ആ ട്രാൻസാക്ഷന്റെ ചെറിയൊരു പാർട്ട് നിങ്ങൾ നരേഷനായിട്ട് കൊടുക്കുക. ഈ എൻട്രി എന്താന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ ആണ് നരേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മളെ ട്രാൻസാക്ഷന്റെ ഭാഗം നമ്മൾ ഇതാണ് കൊടുക്കുന്നത്. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹1 lakh. അപ്പൊ ക്യാഷിന്റെ നേരെ ഡെബിറ്റ് അല്ലേ, ക്യാഷ് 1 lakh കൊടുക്കുക അല്ലെ. ഡെബിറ്റിൽ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചത്. അപ്പോൾ ക്യാപിറ്റൽ ക്രെഡിറ്റ് കോളത്തിൽ എന്ത് ചെയ്യാം? 1 lakh കൊടുക്കാം. ഇതാണ് ജേണൽ എൻട്രി. ഇനി ഇതിന്റെ റീസൺ എന്താ? ക്യാഷിന് ഡെബിറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? അസറ്റ് എന്ത് ചെയ്തു? അസറ്റ് ഇൻക്രീസ് ചെയ്തു അല്ലെ. റീസൺ എന്താണ്? ക്യാഷിന് ഡെബിറ്റ് ചെയ്യാനുള്ള കാരണം എന്താ? അസറ്റ് ഇൻക്രീസ് ചെയ്തു അല്ലെ. ഇനി ക്യാപിറ്റൽ ഇതാക്കാനുള്ള കാരണം എന്താ? ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തു അല്ലെ. ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്താലുള്ള റൂൾ നമുക്കറിയാം അല്ലെ. അസറ്റ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ്, ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ്. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഗുഡ്സ് എന്ത് ചെയ്തു? പർച്ചേസ് ചെയ്തു. പർച്ചേസ് എന്നുള്ള ടേം എന്താണ്? എക്സ്പെൻസ് ആണ് അല്ലെ. ഇപ്പൊ രണ്ടാമത്തെ എന്താണ്? പർച്ചേസ് എന്നുള്ള ടേം എക്സ്പെൻസ് ആണ്. ഫോർ ക്യാഷ് എന്ന് പറഞ്ഞാലോ ക്യാഷ് പോകും. ഇപ്പൊ രണ്ട് ആസ്പെക്ട് എന്താണ്? ഒന്ന് പർച്ചേസ്, ഒന്ന് ക്യാഷ് ആണ് അല്ലെ. പർച്ചേസ് എന്നുള്ള എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് എപ്പോഴും ഡെബിറ്റ് ചെയ്യണം എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലെ. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ഡെബിറ്റ് ചെയ്യണം ടു ക്യാഷ്. ക്യാഷ് ചെയ്താനുള്ള കാരണം എന്താ? നമ്മളെ കയ്യിൽ നിന്നും ക്യാഷ് എന്തായി? ഡിക്രീസ് ആയി, നമ്മൾ സ്പെൻഡ് ചെയ്ത് പോയി അല്ലേ. അപ്പൊ എന്താണ്? പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഞാൻ എക്സാമ്പിൾ ഒരു എമൗണ്ട് കൊടുക്കുകയാണ്. ഓക്കെ, 10,000. എത്രയാണ്? 10,000. ഇവിടെ എന്താ സംഭവിച്ചത്? എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തു. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തു. അതേപോലെ അസറ്റ് ഡിക്രീസ് ചെയ്തു അല്ലെ. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തു, അസറ്റ് ഡിക്രീസ് ചെയ്തു. എക്സ്പെൻസ് ഇൻക്രീസ്, അസറ്റ് ഡിക്രീസ്. ഓക്കെ, ഇപ്പൊ രണ്ടാമത്തേതും നമ്മൾ പറഞ്ഞു അല്ലെ. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്. ഓക്കെ, ഇനി നമുക്ക് തേർഡ് നോക്കാം. ഇൻകത്തിന്റെ നോക്കാം അല്ലെ. ഇൻകത്തിന്റെ നോക്കാം. ഓക്കെ, സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. അടുത്ത ഏതാണ്? സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഇവിടെ എന്താ സംഭവിക്കുക? രണ്ട് ആസ്പെക്ട് ഉണ്ട് അല്ലെ. സെയിൽ നടത്തിയാൽ നമ്മളെ ക്യാഷ് എന്താവും? കൂടും. അതേപോലെ ഇൻകം എന്താവും? സെയിൽസ് എന്നുള്ള ഇൻകം എന്താവും? കൂടും. അപ്പൊ രണ്ടും കൂടും അല്ലെ. അസറ്റ് കൂടിയാലും ഡെബിറ്റ് ആണ്, ഇൻകം കൂടിയാൽ ക്രെഡിറ്റ് ആണ് അല്ലെ. രണ്ട് ആസ്പെക്ട്. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പൊ എങ്ങനെ വരാം? നമ്മളെ ക്യാഷ് എന്നുള്ള അസറ്റ് കൂടുന്നതുകൊണ്ട് എവിടെ വരാം? ഞാൻ ജസ്റ്റ് എമൗണ്ട് ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ കൊടുത്തുന്നുള്ളൂ. ടു സെയിൽസ്. എന്താ നരേഷൻ? സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഓക്കെ, എന്താണ് ഇതിന്റെ റീസൺ? ക്യാഷിനെ ഡെബിറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്?
ക്യാഷ് അസറ്റ് ആണ്, അസറ്റ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം എന്നാണ് റൂൾ അല്ലേ. അസറ്റ് ഇൻക്രീസ് ചെയ്തു, സോ ഡെബിറ്റ് ചെയ്തു അല്ലേ. സെയിൽസ് എന്നുള്ളത് ഇൻകം ആണ്, ഇൻകം ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, തേർഡ് വണ്ണും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എക്സ്പെൻസിൽ തന്നെ ഒന്ന് നോക്കാം. പെയ്ഡ് റെന്റ്. എന്താണ് പെയ്ഡ് റെന്റ് അല്ലെ? റെന്റ് പേ ചെയ്തു. റെന്റ് എന്നുള്ള എക്സ്പെൻസ് ആണ് അല്ലെ. റെന്റ് പേ ചെയ്യുമ്പോൾ ക്യാഷ് എന്താവും? പോവും. അപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് എന്ന് പഠിച്ചു വെക്കാനാണ് പറഞ്ഞത് അല്ലെ. അപ്പോൾ ഏത് എക്സ്പെൻസ് ആണെങ്കിലും നമ്മൾ എന്താ പറഞ്ഞത്? ഇവിടെ നമുക്ക് പർച്ചേസ് എന്നുള്ളത് എക്സ്പെൻസ് ആണ് അല്ലെ. റെന്റ് എന്നുള്ളത് എന്താ? എക്സ്പെൻസ് ആണ്. എക്സ്പെൻസിന് നമ്മൾ ഡെബിറ്റ് ചെയ്യാൻ പഠിച്ചു വെക്കാം. ഓക്കെ, റെന്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ്. എന്താണ്? പെയ്ഡ് റെന്റ് അല്ലെ. ഒരു 5,000 കൊടുക്കുക. ഓക്കെ, എന്താ അതിന്റെ റൂള്? എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തു, എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തു, അസറ്റ് ഡിക്രീസ് ചെയ്തു. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തു, അസറ്റ് ഡിക്രീസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ലാബിലിറ്റിന്റെ ഒരു എക്സാമ്പിൾ വേണം അല്ലെ. ലാബിലിറ്റിന്റെ ഒരു എക്സാമ്പിൾ എന്ത് കൊടുക്കാം? പർച്ചേസ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം മിസ്റ്റർ എക്സ് അല്ലെ. നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്ത എക്സ്പെൻസ് ആണ്. ശ്രദ്ധിക്കുക, പർച്ചേസ് ഗുഡ്സ് എപ്പോൾ കണ്ടാലും എക്സ്പെൻസ് ആണ്. സോ പർച്ചേസിനെ നമ്മൾ എപ്പോൾ എന്ത് ചെയ്യാം? പർച്ചേസിനെ നമ്മൾ എപ്പോൾ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. കാരണം എക്സ്പെൻസ് ആണ്. ഈ പറഞ്ഞതൊക്കെ എക്സ്പെൻസ് ആണ് അല്ലെ. എക്സ്പെൻസിനെ എപ്പോൾ എന്താ ചെയ്യുക? ഡെബിറ്റ് ചെയ്യാൻ പഠിക്കുക. ഓക്കെ, എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യുക. ടു ക്യാഷിന് എഴുതൂല, ടു മിസ്റ്റർ എക്സ്. കാരണം എന്താണ്? നമ്മളിവിടെ ക്രെഡിറ്റിനാണ് പർച്ചേസ് ചെയ്തത് അല്ലെ. ക്രെഡിറ്റിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പർച്ചേസ് ചെയ്യുന്നത്. സോ ക്യാഷ് പോണില്ല, പകരം മിസ്റ്റർ എക്സിന് ലാബിലിറ്റി വന്നു അല്ലെ. നമ്മൾ ഈ 15,000 ഗുഡ്സ് പർച്ചേസ് ചെയ്തു, പേയ്മെന്റ് കൊടുത്തില്ല. സോ പേയ്മെന്റ് കൊടുക്കാനുണ്ട് എന്നുള്ള അർത്ഥത്തിൽ ഇയാൾ ആരാണ്? നമ്മുടെ ലാബിലിറ്റി ആണ് അല്ലെ. അപ്പൊ എന്താണ്? പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മിസ്റ്റർ എക്സ് അല്ലെ. മിസ്റ്റർ എക്സിന്റെ നമ്മൾ എന്ത് ചെയ്തു? ഗുഡ്സ് പർച്ചേസ് ചെയ്തു. എന്താ റീസൺ? എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തു, എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തു, ലാബിലിറ്റിയും ഇൻക്രീസ് ചെയ്തു അല്ലെ. ലാബിലിറ്റിയും ഇൻക്രീസ് ചെയ്തു, രണ്ടും ഇൻക്രീസ് ചെയ്തു. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തു, ലാബിലിറ്റിയും ഇൻക്രീസ് ചെയ്തു. ക്ലിയർ? ഇനി നമ്മൾ മിസ്റ്റർ എക്സിന് പേയ്മെന്റ് കൊടുക്കാന്ന് വിചാരിക്കാം. ക്യാഷ് പെയ്ഡ് ടു മിസ്റ്റർ എക്സ്. ഒന്ന് ആലോചിച്ച് നോക്ക്. മിസ്റ്റർ എക്സ് നമ്മളെ ലാബിലിറ്റി ആണ്. അയാൾക്ക് നമ്മൾ ക്യാഷ് കൊടുക്കുമ്പോൾ നമ്മുടെ ലാബിലിറ്റി എന്താവും? റെഡ്യൂസ് ആവും, ഡിക്രീസ് ആവും അല്ലെ. അപ്പൊ മിസ്റ്റർ എക്സിനെ ഡെബിറ്റ് ചെയ്യണം. ലാബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം അല്ലെ. നമ്മളിത് ക്യാഷ് പോകും, അസറ്റ് പോകും അല്ലെ. ടു ക്യാഷ്. എന്താണ്? ക്യാഷ് പെയ്ഡ് ടു മിസ്റ്റർ എക്സ്. ക്യാഷ് പെയ്ഡ് ടു മിസ്റ്റർ എക്സ്. ഓക്കെ, എന്താ സംഭവിച്ചത്? ഇവിടെ ലാബിലിറ്റി കുറയുന്നുള്ള അർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. ലാബിലിറ്റി ഡിക്രീസ് ആയി അല്ലെ. നമ്മുടെ അസറ്റും എന്തായി? ഡിക്രീസ് ആയി. റീസൺ എന്താണ്? അസറ്റും ലാബിലിറ്റി എന്തായി? ഡിക്രീസ് ആയി. ലാബിലിറ്റി ഡിക്രീസ് ചെയ്തു അല്ലെ. അതേപോലെ അസറ്റും ഡിക്രീസ് ചെയ്തു. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എഴുതിയെന്നുള്ളൂ, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അല്ലെ. 6 എക്സാമ്പിളാണ് കൊടുത്തത്, 6 ട്രാൻസാക്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇതിൽ എക്സ്പെൻസ് എപ്പോൾ എവിടെ വന്ന് നോക്ക്? ഡെബിറ്റിലല്ലേ വന്നത്. ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇൻകം കൂടി എന്ത് ചെയ്യാം നോക്കാം അല്ലെ. ഒരു ഇൻകത്തിന്റെ എക്സാമ്പിൾ എടുത്ത് നോക്ക്. റിസീവ്ഡ് കമ്മീഷൻ അല്ലെ. നിങ്ങളെ ഒന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്ക്. റിസീവ്ഡ് കമ്മീഷൻ അല്ലെ, for ₹2,000. എന്താ വരാ? റിസീവ്ഡ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻകം റിസീവ് ചെയ്യാണ്. ഇൻകം റിസീവ് ചെയ്യുമ്പോൾ ക്യാഷും കിട്ടി, കമ്മീഷൻ എന്നുള്ള ഇൻകം കൂടുകയും ചെയ്തു അല്ലെ. രണ്ട്, ഒന്ന് ക്യാഷ്, ഒന്ന് കമ്മീഷൻ. ഒന്ന് അസറ്റ് ആണ്, ഒന്ന് ഇൻകം ആണ്. അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റും, ഇൻകം കൂടുമ്പോൾ ക്രെഡിറ്റും. അപ്പൊ എന്താ ജേണൽ എൻട്രി വരാം? ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു കമ്മീഷൻ. റീസൺ എന്താണ്? അസറ്റും കൂടി, ഇൻകം കൂടി. ഓക്കെ, ഇതാണ് നമ്മളെ എക്സാമ്പിൾ. ഇങ്ങനെയാണ് ജേണൽ എൻട്രി ചെയ്ത. ഈ റൂൾ അറിയുകയാണെങ്കിൽ ഏത് ട്രാൻസാക്ഷനും നിങ്ങൾ എന്ത് ചെയ്യുക? ഡെബിറ്റും ക്രെഡിറ്റും നോക്കാം. ഏതൊക്കെ രണ്ടെണ്ണമാണ് അത് ഈ റൂൾ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ജേണൽ എൻട്രി ചെയ്താൽ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ബ്രിട്ടീഷ് അപ്രോച്ചിലേക്ക് പോവാം. ഇനി ഏതാണ് ബ്രിട്ടീഷ് അപ്രോച്ച്? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബ്രിട്ടീഷ് അപ്രോച്ചിലേക്ക് പോവാം. ഓക്കെ, അമേരിക്കൻ അപ്രോച്ച് ആണെങ്കിലും ബ്രിട്ടീഷ് അപ്രോച്ച് ആണെങ്കിലും നിങ്ങൾ എന്ത് പഠിച്ചാലും ജേണൽ എൻട്രി ഇങ്ങനെ വരുള്ളൂ. നമുക്ക് നോക്കി നോക്കാം അല്ലേ. രണ്ടും ഒരേ രീതിയിലാണ് അപ്ലൈ ചെയ്യണമെങ്കിലും രണ്ട് രീതിയിൽ പ്രസന്റ് ചെയ്തെന്ന് മാത്രം അല്ലെ. പ്രസന്റേഷനിൽ വരുന്ന ചെറിയ ചെറിയ വേരിയേഷൻസ് ഉള്ളൂ. നമുക്ക് പറയുമ്പോൾ നോക്കാം. ഓക്കെ, റിയൽ അക്കൗണ്ട് നമ്മൾ എന്താ പഠിച്ചത്? റിയൽ അക്കൗണ്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഓൾ അസറ്റ്സ് ആണ് അല്ലെ. എല്ലാ അസറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? റിയൽ അക്കൗണ്ട് എന്ന് പറയാം. നമ്മൾ അമേരിക്കൻ അപ്രോച്ചിൽ എന്താ റൂൾ പറഞ്ഞത്? അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം അല്ലെ. ഇവിടെ എന്താ പറയുന്നത്? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. ഏത് അസറ്റ് ആണോ ബിസിനസ്സിലേക്ക് വരുന്നത് അതിനെ ഡെബിറ്റ് ചെയ്യണം. സെയിം റൂൾ തന്നെയാണ് അല്ലെ. റിയൽ അക്കൗണ്ടിന്റെ റൂൾ പറയുമ്പോൾ ഇതിനെ ഗോൾഡൻ റൂൾ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ,
ഈ റൂളിനെ നമ്മൾ അറിയപ്പെടുക ഗോൾഡൻ റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്നാണ്. എന്നാൽ അമേരിക്കൻ അപ്രോച്ചിൽ ആ റൂളും ഈ റൂളും എന്തെന്നാണ് സെയിം എന്നാണ്, രണ്ട് രീതിയിൽ നമ്മൾ പറയുന്നത് മാത്രം. അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട, നിങ്ങൾ ഇത് ഫോളോ ചെയ്താലും അമേരിക്കൻ അപ്രോച്ച് ഫോളോ ചെയ്താലും നമ്മുടെ ജേണൽ എൻട്രിയിൽ യാതൊരു മാറ്റവും വരാനില്ല. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം വൺ ബൈ വൺ. അസറ്റ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം നമ്മൾ പഠിച്ചത്, അസറ്റ് ഡിക്രീസ് ചെയ്താൽ നമ്മൾ എന്ത് പറഞ്ഞു, ക്രെഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ. ഇവിടെ നോക്ക്, അസറ്റ് ഇൻക്രീസ് ചെയ്താൽ അല്ലേ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, അസറ്റ് ബിസിനസ്സിലേക്ക് വരുമ്പോഴൊക്കെ ഡെബിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, അസറ്റ് ബിസിനസ്സിൽ നിന്ന് പോകുമ്പോഴൊക്കെ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. രണ്ടും സെയിം തന്നെയല്ലേ അല്ലേ. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അതാണ് നമ്മുടെ റിയൽ അക്കൗണ്ടിന്റെ റൂൾ എന്ന് പറയുന്നത് അല്ലേ. രണ്ടാമത്തെ എന്താണ്, നോമിനൽ അക്കൗണ്ട് ആണ് അല്ലേ. രണ്ടാമത്തെ എന്താണ്, നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ടിൽ ഞാൻ പറഞ്ഞു എക്സ്പെൻസും ഉണ്ട് ഇൻകം ഉണ്ട്. അപ്പൊ അതിലെങ്ങനെ ഡെബിറ്റ് ക്രെഡിറ്റ് പറയുന്നത് ചെക്ക് ചെയ്യും. നോമിനൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് ക്രെഡിറ്റ് എങ്ങനെ പറയുന്നത്, ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് അല്ലെ, എല്ലാ എക്സ്പെൻസിനെയും ഡെബിറ്റ് ചെയ്യാനാ പറയുന്നത്. നമ്മളിവിടെ പഠിച്ച എൻട്രി നോക്ക്, എല്ലാ എക്സ്പെൻസിനെയും ഡെബിറ്റ് തന്നെയല്ലേ ചെയ്തത് അല്ലേ. അപ്പോ നോമിനൽ അക്കൗണ്ട് പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയാം, ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ് അല്ലെ. ഇവിടെ നോക്കി ഇൻകം നമ്മൾ എന്താ ചെയ്തത് നോക്കില്ലേ, ഏതൊക്കെ ഇൻകം ഉണ്ട്, സെയിൽസ് നമ്മളെ ഇൻകം ആണ് അല്ലെ, സെയിൽസ് നമ്മളെ ഇൻകം ആണ്. അതേപോലെ ഏതുണ്ട്, കമ്മീഷൻ അല്ലെ, കമ്മീഷൻ എന്താണ് നമ്മളുടെ ഇൻകം ആണ് അല്ലെ. ഈ രണ്ട് സാധനം എന്തെന്നാ ചെയ്ത്, ക്രെഡിറ്റ് തന്നെ ചെയ്ത്. അപ്പൊ നോമിനൽ അക്കൗണ്ടിന്റെ റൂൾ എന്താണ്, ഡെബിറ്റ് ഓൾ എക്സ്പെൻസ്. നമ്മൾ ചെയ്യുന്നത് എന്താണ്, എക്സ്പെൻസ് കൂടുമ്പോൾ ഡെബിറ്റ് തന്നെയാണ് അല്ലെ. ക്രെഡിറ്റ് ഓൾ ഇൻകം, ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യാ, ക്രെഡിറ്റ് തന്നെ ചെയ്യാം അല്ലെ. അപ്പൊ സെയിം റൂൾ തന്നെയാണ് അല്ലെ. റിയൽ അക്കൗണ്ട് എന്താണ്, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് അല്ലെ. നോമിനൽ അക്കൗണ്ടോ, ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻസ് അല്ലെ. ഇനി പേഴ്സണൽ അക്കൗണ്ടിലേക്ക് വന്നാൽ നമ്മളെ ലാബിലിറ്റി ആൻഡ് ക്യാപിറ്റൽ അല്ലെ. നമ്മൾ ഈ പറയാനുള്ളത് ഏതാണ്, ലാബിലിറ്റി ആൻഡ് ക്യാപിറ്റൽ ആണ്. അതന്നെയാണ് അതിന്റെ റൂൾ അല്ലെ. ഡെബിറ്റ് ദ റിസീവർ ക്രെഡിറ്റ് ദ ഗിവർ, ഡെബിറ്റ് ദ റിസീവർ ക്രെഡിറ്റ് ദ ഗിവർ. ഇവിടെ ക്യാഷുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെ, ക്യാഷ് ആരാണോ ഗീവ് ചെയ്യുന്നത് അയാളെ ക്രെഡിറ്റും, ക്യാഷ് ആരാണോ റിസീവ് ചെയ്യുന്നത് അവരെ ഡെബിറ്റും ആണ് നമ്മളുടെ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാം. ഓണർ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ഓണർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഓണർ നമുക്ക് ആരാ, ഗിവർ ആണ്. സോ നമ്മൾ ഓണറിനെ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും, ക്രെഡിറ്റ് ദ ഗിവർ. മനസ്സിലായിരുന്നു. പേഴ്സണൽ അക്കൗണ്ടിൽ ആരാണോ ബിസിനസ്സിലേക്ക് ക്യാഷ് തരുന്നത് അയാളെ നമ്മൾ പറയാം ഗിവർ എന്നാണ് അല്ലെ. ക്രെഡിറ്റ് ദ ഗിവർ. നോക്ക്, ക്യാഷ് അക്കൗണ്ട് ഇൻടു ക്യാപിറ്റൽ. ബിസിനസ്സിലേക്ക് ഓണർ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ബിസിനസ്സിലേക്ക് ക്യാഷ് തന്നത് ആരാണ്, ഓണറാണ്. സോ ക്യാപിറ്റലിനെ നമ്മൾ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു അല്ലെ. ഇനി ഗിവർ എന്ന് പറഞ്ഞാരാ, ഈ എക്സാമ്പിൾ ഓണർ. ഇനി റിസീവർ എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ചെയ്യണം അല്ലെ. ക്യാഷ് റിസീവ് ചെയ്യുന്ന പാർട്ടീനെ ഡെബിറ്റ് ചെയ്യണം. നോക്കി നോക്കാം, ക്യാഷ് പെയ്ഡ് ടു മിസ്റ്റർ എക്സ്. മിസ്റ്റർ എക്സിന് നമ്മൾ ക്യാഷ് കൊടുത്തു. ഇവിടെ ക്യാഷ് റിസീവ് ചെയ്യുന്ന ആരാ, മിസ്റ്റർ എക്സ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ നോക്ക്, മിസ്റ്റർ എക്സ് അക്കൗണ്ട് ടു ക്യാഷ്, മിസ്റ്റർ എക്സ് ഡെബിറ്റ് ദ റിസീവ് അല്ലെ. എക്സ് ആണ് ക്യാഷ് റിസീവ് ചെയ്തത്. സോ നമ്മൾ എന്ത് ചെയ്തു, എക്സിനെ ഡെബിറ്റ് ചെയ്തു. ക്ലിയർ ആണോ? അപ്പോ പേഴ്സണൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട് ഈ റൂൾ തന്നെയാണ് നമ്മൾ നേരത്തെ പഠിച്ച അപ്രോച്ചിലുള്ളത് അല്ലെ. ചെറിയൊരു പ്രസന്റേഷനിലെ ഒരു ഡിഫറൻസ്, ഒരു രണ്ട് അപ്രോച്ചിൽ വരുന്ന ഒരു ചെറിയൊരു ഡിഫറൻസ്, പക്ഷെ ബോത്ത് ആർ സെയിം അല്ലെ. അപ്ലൈ ചെയ്യുമ്പോൾ ഇതേ എൻട്രി തന്നെയാണ് വരാം അല്ലെ. നമുക്ക് നോക്കാം വൺ ബൈ വൺ. റിയൽ അക്കൗണ്ട് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അസറ്റ് ബേസ് ചെയ്തിട്ടാണ് റിയൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താ, എക്സ്പെൻസ് ആൻഡ് ഇൻകം എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ ഓൾറെഡി. ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് ആൻഡ് ലോസ് ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻസ് അല്ലെ. പേഴ്സണൽ അക്കൗണ്ട് എന്താ, ഡെബിറ്റ് ദ ഗിവർ ക്രെഡിറ്റ് ദ ഡെബിറ്റ് ദ റിസീവർ ക്രെഡിറ്റ് ദ ഗിവർ അല്ലെ. റിസീവറിനെ ഡെബിറ്റ് ചെയ്യണം, ഗിവറിനെ ക്രെഡിറ്റ് ചെയ്യണം. അതാണ് ഇവിടെ സംഭവിച്ചത് അല്ലെ. ഇവിടെ നമുക്ക് ഗിവർ ആരാണ്, ക്യാപിറ്റൽ ആണ്. സോ ക്യാപിറ്റലിനെ നമ്മൾ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. ഈ എക്സാമ്പിൾ ആരാണ്, മിസ്റ്റർ എക്സ് ആണ്. ക്യാഷ് പെയ്ഡ് ടു മിസ്റ്റർ എക്സ്. ഇവിടെ ആരാ ക്യാഷ് റിസീവ് ചെയ്യുന്നത്, മിസ്റ്റർ എക്സ് ആണ്. മിസ്റ്റർ എക്സിനെ നമ്മൾ എന്ത് ചെയ്തു, റിസീവ് ചെയ്തു. പേഴ്സണൽ അക്കൗണ്ട്, പേഴ്സൺ വരാണെങ്കിൽ ആ പേഴ്സൺ ക്യാഷ് തന്ന ആളാണെങ്കിൽ അയാൾ നമ്മളെ ഗിവർ ആണ്, ക്രെഡിറ്റ് ചെയ്യണം. ഇനി ആ പേഴ്സൺ ആണ് നമ്മൾ ക്യാഷ് കൊടുത്തതെന്ന് ചോദിക്കാം. മിസ്റ്റർ എക്സ് ക്യാഷ് പെയ്ഡ് ടു മിസ്റ്റർ എക്സ്. മിസ്റ്റർ എക്സ് ആണ് ഒരു പേഴ്സൺ. പേഴ്സണൽ അക്കൗണ്ടിന്റെ റൂൾ മാത്രമാണ് ഉള്ളത്, ഒരു പേഴ്സണിന് നമ്മൾ ക്യാഷ് കൊടുത്താൽ അയാൾ റിസീവർ ആണ്. സോ ഡെബിറ്റ് ദ റിസീവർ മിസ്റ്റർ എക്സ്, ക്രെഡിറ്റ് ദ ഗിവർ നമുക്ക് തന്ന ആളെ ക്രെഡിറ്റ് ചെയ്യും. ക്യാപിറ്റൽ അല്ലെ. നമ്മൾ എക്സാമ്പിൾ നമുക്ക് റീസൺ നോക്കാം അല്ലെ. നമ്മളിപ്പം പഠിച്ച ബ്രിട്ടീഷ് അപ്രോച്ചിൽ നമുക്കിത് എങ്ങനെ റീസൺ ചെയ്താന്ന് നോക്കാം. ഓക്കെ, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ക്യാഷ് എന്നുള്ളത് എന്താണ്, റിയൽ അക്കൗണ്ടിൽ വരുന്ന ഐറ്റം ആണ് അല്ലെ. അപ്പൊ നമ്മൾ എന്താ പറയാം, റിയൽ അക്കൗണ്ടിൽ എന്ത് സംഭവിച്ചു, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ അല്ലെ. ക്യാഷ് ബിസിനസ്സിലേക്ക് വന്നു അല്ലെ. ക്യാഷ് എന്ത് ചെയ്തു, ബിസിനസ്സിലേക്ക് വന്നു അല്ലെ. റിയൽ അക്കൗണ്ടിന്റെ റൂൾ എന്താണ്, ബിസിനസ്സിലേക്ക് വന്നാൽ ഡെബിറ്റ് ചെയ്യണം. ക്യാഷിനെ നമ്മൾ എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. ഇനി ക്യാപിറ്റൽ ആരാണ്, ക്യാപിറ്റൽ ആരാണ്, പേഴ്സണൽ അക്കൗണ്ട് ആണ് അല്ലെ. ക്യാപിറ്റൽ പേഴ്സണൽ അക്കൗണ്ട് ആണ്. പേഴ്സണൽ അക്കൗണ്ടിന്റെ റൂൾ എന്താ, ക്രെഡിറ്റ് ദ ഗിവർ. ഇവിടെ ആരാണ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഗിവർ ആണ് അല്ലെ. അപ്പൊ റീസൺ എന്താണ്, പേഴ്സണൽ അക്കൗണ്ടിന്റെ റൂൾ എന്താണ്, ഗിവറിനെ ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളത് അല്ലെ. നമ്മൾ ഗിവറിനെ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, ഇനി രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ഏതാ, പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ്.
ഇവിടെ നോക്ക്, പർച്ചേസ് എന്നുള്ളത് നോമിനൽ ആണ്. നമ്മൾ പഠിച്ചല്ലേ, പർച്ചേസ് നോമിനലിന്റെ പരിധിയിൽ വരുന്നതാണ്. ഓക്കെ, നോമിനലിന്റെ റൂൾ എന്താ? ഡെബിറ്റ് ഓൾ എക്സ്പെൻസ്. പർച്ചേസ് എക്സ്പെൻസ് ആണ്, നോമിനലിലാണ് അല്ലേ. അപ്പൊ റീസൺ എന്താ? നോമിനലില് എക്സ്പെൻസ് വന്നാൽ ഡെബിറ്റ് ചെയ്യണം എന്ന റൂൾ അല്ലേ. ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് ആ റൂൾ. ആ എക്സ്പെൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? പർച്ചേസിനെ ഡെബിറ്റ് ചെയ്തു. ക്യാഷ് എന്താണ്? റിയൽ അക്കൗണ്ടിൽ വരുന്നതാണ്. ഇവിടെ ക്യാഷ് റിഡ്യൂസ് ചെയ്യാണ്. റിയൽ അക്കൗണ്ട് വാട്ട് ഗോസ് ഔട്ട് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. റിയൽ അക്കൗണ്ടിന്റെ റൂൾ എന്താണ്? ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ക്ലിയർ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സെയിം എക്സാമ്പിൾ തന്നെ, ഒരേ ജേണൽ എൻട്രി വരെ, റീസണിൽ ചെറിയ ചെറിയ മാറ്റം അല്ലേ, പക്ഷെ എൻട്രി ഒക്കെ സെയിം ആണ് അല്ലേ. ഇവിടെ നോക്കാം, സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. രണ്ട് ആസ്പെക്ട് ഉണ്ടെന്ന് അറിയാം, ക്യാഷും ഉണ്ട് സെയിൽസും ഉണ്ട്. ഇവിടെ സെയിൽസ് എന്തിന്റെ പരിധിയിൽ വരുന്നതാണ്? നോമിനൽ അക്കൗണ്ടിന്റെ അണ്ടറിൽ വരുന്നതാണ് എന്ത്? സെയിൽസ് എന്ന് പറയുന്നത്. ക്യാഷ് റിയൽ അക്കൗണ്ട് അല്ലേ, റിയൽ അക്കൗണ്ട് കൂടാണ് അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ അല്ലേ. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, അതാണ് റൂൾ അല്ലേ. എന്നാൽ നോമിനൽ അക്കൗണ്ടിന്റെ റൂൾ എന്താണ്? ക്രെഡിറ്റ് ഓൾ ഇൻകം അല്ലെ. ക്രെഡിറ്റ് ഓൾ ഇൻകം. അപ്പോൾ സെയിൽസ് എന്നുള്ള ഇൻകം എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം അല്ലെ. സെയിൽസ് എന്നുള്ള ഇൻകം എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത് എന്താണ്? റെന്റ് അക്കൗണ്ട് ടു ക്യാഷ്. എഗെയിൻ നോമിനൽ ഐറ്റം ആൻഡ് റിയൽ അക്കൗണ്ട് അല്ലെ. നോമിനൽ അക്കൗണ്ട് ഉണ്ട്, റിയൽ അക്കൗണ്ട് ഉണ്ട്. ഇവിടെ എന്താ സംഭവിച്ചത്? നോമിനൽ അക്കൗണ്ടിൽ ഏത് ഐറ്റം? അത് എക്സ്പെൻസ് ആണ് അല്ലെ. നോമിനൽ അക്കൗണ്ടിൽ എക്സ്പെൻസ് വന്നാൽ റൂൾ എന്താ? ഡെബിറ്റ് ചെയ്യണം. നോമിനൽ അക്കൗണ്ടിൽ എക്സ്പെൻസ് ആണ് ആ ട്രാൻസാക്ഷൻ ഉള്ളതെങ്കിൽ ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് എന്ന റൂൾ അല്ലെ. എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യണം. റിയൽ അക്കൗണ്ടിന്റെ റൂൾ എന്താണ്? ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഏതെങ്കിലും അസറ്റ് റിഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യണം അല്ലെ. ക്യാഷിനെ നമ്മൾ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത എന്താ? ക്രെഡിറ്റ് പർച്ചേസ് അല്ലെ. ഇവിടെ നോക്ക്, പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു മിസ്റ്റർ എക്സ്. പർച്ചേസ് എന്തിന്റെ അണ്ടറിൽ വരുന്നതാണ്? നോമിനൽ അക്കൗണ്ടിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നോമിനൽ അക്കൗണ്ടിന്റെ അണ്ടറിൽ എന്ത് ചെയ്തു? ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് എന്നുള്ള റൂൾ കൊണ്ടുവന്നു അല്ലെ. ഇവിടെ ആരെ ഈ ഗുഡ്സ് തന്ന ഗിവർ ആരാണ്? മിസ്റ്റർ എക്സ് ആണ് അല്ലെ. അപ്പൊ പേഴ്സണൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട് അല്ലെ. ക്രെഡിറ്റ് ദ ഗിവർ. ഗുഡ്സ് തന്ന ആളാരാണ്? മിസ്റ്റർ എക്സ് ആണ്. റൈറ്റ്. ഇനി എന്താണ്? ക്യാഷ് പെയ്ഡ് ടു മിസ്റ്റർ എക്സ്. ഇവിടെ മിസ്റ്റർ എക്സിന് നമ്മൾ ക്യാഷ് കൊടുക്കുകയാണ്. അപ്പൊ റിസീവർ ആരാണ്? മിസ്റ്റർ എക്സ് ആണ് അല്ലെ. അപ്പൊ പേഴ്സണൽ അക്കൗണ്ടിന്റെ റൂൾ എന്താണ്? ഡെബിറ്റ് ദ റിസീവർ അല്ലെ. റിസീവ് ചെയ്യുന്ന ആളെന്ത് ചെയ്യാം? ഡെബിറ്റ് ചെയ്യാം. റിസീവ് ചെയ്യുന്ന ആളെന്ത് ചെയ്യാം? ഡെബിറ്റ് ചെയ്യാം. റിയൽ അക്കൗണ്ടിൻ്റെതോ? ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ക്ലിയർ? ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ, ക്യാഷ് റിസീവ്ഡ് അല്ലെ. കമ്മീഷൻ റിസീവ്ഡ്. കമ്മീഷൻ റിസീവ്ഡ് എന്താ വരാ? ക്യാഷ് അക്കൗണ്ട് ടു കമ്മീഷൻ. കാരണം എന്താ? റിയൽ അക്കൗണ്ട് ഇൻക്രീസ് ചെയ്യില്ല. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. ക്യാഷ് എന്നുള്ളത് റിയൽ അക്കൗണ്ട് ആണ്. ബിസിനസ്സിലേക്ക് വരുമ്പോഴൊക്കെ ഡെബിറ്റ് ചെയ്യണം അല്ലെ. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. അസറ്റ് ബിസിനസ്സിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. കമ്മീഷൻ എന്നുള്ളത് എന്താ? നോമിനൽ ആണ്. ക്രെഡിറ്റ് ഓൾ, ക്രെഡിറ്റ് ഓൾ ഇൻകം അല്ലെ. ക്രെഡിറ്റ് ഓൾ ഇൻകം. നോമിനലിന്റെ റൂൾ എന്താണ്? ഡെബിറ്റ് ഓൾ എക്സ്പെൻസ്, ക്രെഡിറ്റ് ഓൾ ഇൻകം. ഇതാണ് നമുക്ക് ജസ്റ്റ് പറയാനുള്ളത്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കവർ ചെയ്യും. ഓക്കെ, ജേണൽ എൻട്രി എന്നുള്ള ചാപ്റ്റർ വരാനുണ്ട്. ആ ചാപ്റ്റർ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ പോർഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? കവർ ചെയ്യും. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. നമ്മൾ ഈ അപ്രോച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ എക്സാമ്പിൾ പറഞ്ഞത്. നമ്മൾ എന്ത് ചെയ്യും? 1 by 1 എന്ത് ചെയ്യും? ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ചാപ്റ്റർ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്ലിയർ ചെയ്യും. അപ്പോൾ ഈ സെഷൻ എത്ര എടുക്കുന്നുള്ളൂ? എന്താ നമ്മൾ പഠിച്ചത്? അക്കൗണ്ട് എന്താണെന്ന് പഠിച്ചു, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് പഠിച്ചു, റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് പഠിച്ചു. ഓക്കെ, എല്ലാവരും എന്ത് ചെയ്യുക? ഒന്നും കൂടി ഫുള്ള് നോക്കി റിവൈസ് ചെയ്യാം. ഓക്കെ, സ്റ്റോപ്പ്. ഓക്കെ.